ഡൗൺലോഡ് ഹോം സ്കൂൾ ലേണിംഗ് ആപ്പ്. ലേൺ ഫോർ ലൈഫ്. നേടാം ജീവിത വിജയം. പോത്തിനെ ഉള്ളു തുറന്ന് പ്രണയിച്ച ഒരു കഥാപാത്രമുണ്ട്. അഞ്ജന സുരേന്ദ്രൻ നമ്മുടെ മത്സരാർത്ഥി. എത്ര കാലമായി ഇങ്ങനെ പോത്തിനെ സ്നേഹിക്കുന്നു? ഇപ്പൊ ഒരു 2 വർഷം കഴിഞ്ഞു. പോത്തിന്റെ പേര് അപ്പു. ഫ്ലവേഴ്സ് ഒരുപാട് കാണുന്ന ആദ്യത്തെ പോത്തായിരിക്കും. തെറ്റ് പറയരുത്, കറക്കി കുത്തരുത്, ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അയ്യോ, സാറെന്തെങ്ങനെ ചിരിക്കുന്നു? ഫിഷിന്റെ ഷോപ്പിന്റെ ഫ്രണ്ടില് ഇന്റർലോക്ക് ചെയ്ത കുറച്ച് സ്പേസ് ഉണ്ട് നീട്ടത്തില്. ഒരു പെട്ടിക്കട പോലെ ഒരു വീലില് ഇങ്ങനെ ചായകാടി സെറ്റ് ചെയ്തേക്കുന്നത്. എന്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഏത് ജോലി ചെയ്തിട്ടും അന്തസ്സോടെ നമ്മൾ നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം. എന്നെ ലോകം തിരിച്ചറിയുന്ന സമയത്ത് ഒരുപക്ഷെ എന്നെ ആദ്യം കാണാനായിട്ട് ഓടി വരിക മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മണിച്ചേട്ടൻ തന്നെയായിരിക്കും. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. പോത്തിനെ ഉള്ളു തുറന്ന് പ്രണയിച്ച ഒരു കഥാപാത്രമുണ്ട്. രാജമാണിക്യത്തിലെ ബെല്ലാരി രാജ. മമ്മൂട്ടി അഭിനയിച്ച വേഷമാണ്. ഒരു പോത്തിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാമോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കാം. ഇവിടെ ഒരു നായിക, വേണമെങ്കിൽ ഭാവിയിൽ അങ്ങനെ ആകാം. ഒരു മത്സരാർത്ഥി ഒരു പോത്തിനെ ഹൃദയം തുറന്ന് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? പോത്തിന്റെ പുരാണവുമായി ആലപ്പുഴയിലെ ചേർത്തലയിൽ നിന്ന് വരികയാണ് അഞ്ജന സുരേന്ദ്രൻ, നമ്മുടെ മത്സരാർത്ഥി. അഞ്ജന സുരേന്ദ്രൻ എന്ന പെൺകുട്ടിയുടെ ജീവിതം അപ്രതീക്ഷിതമായ പ്രശസ്തിയിലേക്ക് ഉയർന്നതിന് പിന്നിൽ ഈ പോത്തിന്റെ സ്നേഹ സാന്നിധ്യവുമുണ്ട്. അഞ്ജനയുടെ പ്രിയപ്പെട്ട അപ്പുക്കുട്ടൻ ഇപ്പോൾ ഇവരുടെ വീട്ടിലെ മാത്രമല്ല, ഈ നാട്ടിലെയും താരമാണ്. പോത്തിനെ സ്നേഹിച്ച ഈ ചേർത്തലക്കാരിക്ക് കുട്ടിക്കാലം മുതൽക്കേ ജീവജാലങ്ങളോടെല്ലാം ഇഷ്ടക്കൂടുതലുണ്ട്. അഞ്ജനയുടെ വീട്ടിലെത്തുമ്പോൾ തന്നെ ദൃശ്യമാകും പക്ഷിമൃഗാദികളോടുള്ള പറഞ്ഞറിയിക്കാനാകാത്ത ഈ അടുപ്പവും കരുതലും. ചേർത്തല പഴയാട്ട് നികർത്തിൽ സുരേന്ദ്രന്റെയും ഉഷയുടെയും ഇളയ മകൾക്ക് അച്ഛനും അമ്മയും തന്നെയാണ് ജീവിതത്തിന്റെ കരുത്ത്. സഹോദരി അഞ്ജലിയുടെ കുടുംബവും അഞ്ജനയ്ക്ക് പിന്തുണയോടെ ഒപ്പം നിൽക്കുന്നു. ഏത് ജോലി ചെയ്യാനും മടിച്ചു നിൽക്കേണ്ടെന്ന ജീവിത പാഠം അഞ്ജനയെ ആദ്യം പഠിപ്പിച്ചത് അമ്മ തന്നെയാണ്. നാടൻ പാട്ടുകാരിയായി 4 ആൾ അറിയുമ്പോഴും നല്ല സൗഹൃദങ്ങൾ നവോന്മേഷം നിറയ്ക്കുന്ന ഈ ചായക്കടയിലെ ജോലിയും കലാകാരിയായ മീൻകാരിയായി സ്വന്തം നാട്ടിലിറങ്ങാനുള്ള തീരുമാനവും തന്റെ ഇടത്തോടെ ഏറ്റെടുക്കാൻ അഞ്ജനയ്ക്ക് തെല്ലും മടിയുണ്ടായിരുന്നില്ല. നാടൻ പാട്ടിന്റെ നന്മയും നല്ല നാളേകൾ തേടിയുള്ള യാത്രയുമായി അറിവിന്റെ വേദിയിലേക്ക് ചേർത്തലയിൽ നിന്നും അഞ്ജന സുരേന്ദ്രൻ. ഹായ് അഞ്ജന സുരേന്ദ്രൻ. ഹായ് സാർ. സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ഈ നമ്മൾ പ്രതിപാദിച്ച പ്രസ്തുത പോത്തിനെ കുറിച്ച് പഴഞ്ചൊല്ല് വരെയുണ്ട്. എന്താണെന്നറിയോ? പോത്ത് എന്നാ പോത്തും കൂട്ടത്തില് ചേരുന്നു. അങ്ങനെ പഴഞ്ചൊല്ലിന് വരെയുണ്ട്. അതിന് ഈ പോത്തിനെ കുറിച്ച് തന്നെയാണോ പോത്തിനെ പോലുള്ള ആൾക്കാരെ കുറിച്ചാണോ പറഞ്ഞതെന്ന് അറിയില്ല ഈ പഴഞ്ചൊല്ല്. അപ്പൊ പിന്നെ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം മുതിയിട്ട് കാര്യമുണ്ടോ? എത്രയോ ചൊല്ലുണ്ട്. അപ്പൊ പോത്തൊരു അമാനുഷ കഥാപാത്രം തന്നെ, മനുഷ്യനല്ല. തീർച്ചയായിട്ടും. അപ്പൊ താങ്കളുടെ ജീവിതത്തിൽ പോത്തിന്റെ പ്രസക്തി എന്താണ്? പോത്തിന്റെ പ്രസക്തി മനുഷ്യനേക്കാളേറെ സ്നേഹിക്കാം എന്ന് തോന്നിയൊരു. വിശ്വസിക്കാം, സ്നേഹിക്കാം. എത്ര കാലമായി ഇങ്ങനെ പോത്തിനെ സ്നേഹിക്കുന്നു? ഇപ്പൊ ഒരു 2 വർഷം കഴിഞ്ഞു. അതായത് നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്താണ് അവനെ വാങ്ങുന്നത്. ഏത് മനുഷ്യരെ റിപ്ലേസ് ചെയ്തിട്ടാണ് ഈ പോത്തിനോട് അടുത്തത്? മനുഷ്യനെ റിപ്ലേസ് ചെയ്തിട്ടല്ല, ഏതെങ്കിലും ബന്ധുക്കളോ അങ്ങനെ ആരോടെങ്കിലും തോന്നിയ ഒരു പകയാണോ ഇങ്ങനെ പോത്തിനെ വാങ്ങിച്ച് വീട്ടിൽ കെട്ടിയത്? പകയല്ല, പക്ഷെ അവനെ വാങ്ങിയതിന് ശേഷം, അവനോട് അടുത്തതിന് ശേഷമാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്നുള്ളത് മനസ്സിലായത്. പോത്തിന്റെ പേര് അപ്പു. അപ്പു.
അപ്പുവാണോ അപ്പുക്കുട്ടനാണോ? അപ്പുകുട്ടാന്ന് സ്നേഹത്തോടെ വിളിക്കും, അപ്പു എന്നാണ് പക്ഷേ പേര്. അപ്പുവാണ് അല്ലേ? അപ്പുവിന് ഈ അഞ്ജന ഇപ്പൊ അപ്പു എന്ന് വിളിച്ചാൽ തിരിച്ചറിയോ പോത്ത്? തീർച്ചയായിട്ടും വിളി കേൾക്കൂ? വിളി കേൾക്കും. അത് എവിടെ നിന്ന് വിളിച്ചാലും അവൻ അറിയാം. അത്രയും സ്നേഹത്തിലാണ്. അത്ര സ്നേഹത്തിലാണ്. അപ്പൊ ഇങ്ങനൊരു പോത്ത് ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാര്യം ലോക്ക്ഡൌൺ വന്ന സമയത്ത്, ഫസ്റ്റ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് വേറെ ഒരു ജോലിയും ഇല്ലാതെ വീട്ടിൽ എല്ലാവരെയും പോലെ ഇരുന്ന സമയത്ത് തോന്നിയൊരു ഇതാണ് പോത്തിനെ വാങ്ങാൻ വന്നത്. എന്റെ കൂടെ ചന്ദ്രനുമായ എന്ന് പറയുന്ന സമിതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടായി ഉണ്ട്, മണിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട്. ആളുടെ ഐഡിയ ആയിരുന്നു നിനക്ക് കുറച്ച് സമയം എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാം. ഒരു പോത്തിനെ വിലക്ക് വാങ്ങാൻ തീരുമാനിച്ചു. ഒരു പോത്തിനെ വിലക്ക് വാങ്ങാൻ വിചാരിച്ചു. അപ്പോ വിചാരിച്ചത് നമുക്കൊരു വരുമാനം അല്ലെങ്കിൽ വളർത്തി വലുതാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം മറ്റേതൊരു മനുഷ്യനെയും പോലെ, അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിച്ചിരുന്നില്ല. യാതൊരുവിധ ചിന്തയും മനസ്സിലുണ്ടായിരുന്നില്ല. ഈ താങ്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണല്ലോ, ഒരു പോത്തിനെ വാങ്ങിക്കാൻ പൈസ ഇവിടെ ഒപ്പിച്ചു? അത് ഞാൻ കലോത്സവങ്ങളിൽ, സ്കൂൾ കലോത്സവങ്ങളിൽ നാടൻ പാട്ടുകളൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന നാടൻ പാട്ടുകാരിയാണ്. അപ്പൊ സ്കൂൾ കലോത്സവങ്ങളിൽ നാടൻ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു കലോത്സവത്തിന് ഞങ്ങള് ചേർത്തല SN കോളേജിൽ പഠിപ്പിച്ചിരുന്ന 8,000 രൂപ ബാലൻസ് കിട്ടി. അതിന്റെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് നീക്കിയിരിപ്പ് കിട്ടിയതാണ് 8,000 രൂപ. ആ പൈസയാണ് ചേട്ടായി കൊടുത്ത് പോത്തിനെ മേടിച്ചു തന്നത്. അതൊരു ഓട്ടയില് വെച്ചിട്ടാണ് അവനെ കൊണ്ടുവരുന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആള്. അപ്പൊ അത്ര ചെറുതിലേ കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കര ഇണക്കമായി ഞാനുമായിട്ട്. പിന്നെ ഫുൾ ടൈം അവന്റെ കൂടെ തന്നെയായിരുന്നു. അഞ്ജനയോടാണോ ഏറ്റവും അടുപ്പം അപ്പുന്? അപ്പുന് എന്നോടാണ് അടുപ്പം. ഞാൻ കഴിഞ്ഞ അവൻ അമ്മയാണ് ഏറ്റവും. എങ്ങനെ വിളിക്കുന്നത്? അപ്പു അതോ അപ്പു? അപ്പുട്ടാ അപ്പുക്കുട്ടാ എന്നൊക്കെ വിളിക്കും. എങ്ങനെ വിളിച്ചാലും കേൾക്കും. അവന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവൻ കേൾക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇവർക്ക് നമ്മുടെ സ്മെല്ലൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു. മനുഷ്യനില്ലാത്ത കുറെ ഗുണങ്ങളുണ്ട് പോത്തിന്. തീർച്ചയായിട്ടും. അത് പോത്തിനതല്ല, എല്ലാ മൃഗങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതിന്റെ 10 ഇരട്ടിയായിട്ട് യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും. പോത്തിതര മൃഗങ്ങൾ ഏതൊക്കെയാ വീട്ടിലുള്ളത്? പോത്തല്ലാതെ ഒരു പട്ടിയുണ്ട്, ഒരു നായക്കുട്ടിയുണ്ട്, ജിമ്മി എന്നാണ് അവന്റെ പേര്. പിന്നെ കുറച്ച് കാടക്കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്. മനുഷ്യരുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി മാരീഡ് ആണ്. പിന്നെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട്. വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞോ ഗിർക്കാന്ന് പറഞ്ഞോ ഇങ്ങനെ പോത്തിനെ കൊണ്ട് നടക്കുന്നത്? ഇല്ല, അമ്മക്കൊരു വീട്ടിലെല്ലാരും പേടിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവനുമായിട്ടൊരു അഗാധമായൊരു ബന്ധം ഉടലെടുത്ത സമയത്ത് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഇവര് തിരിച്ചറിഞ്ഞു. വിറ്റിട്ടില്ല. അവൻ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഇനി ഒരിക്കലും കൊടുക്കുകയില്ല. തീരുമാനിച്ചതാണ്. അപ്പൊ പോത്തുമായിട്ട് അത്ര ഒരു അടുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതെ അതെ അതെ. അപ്പൊ ഈ ഉദാഹരണത്തിന് അഞ്ജന വീട്ടിലില്ലെങ്കിലേ പോത്തിന് മനസ്സിലാവുമോ? അത് വീട്ടിലില്ലെങ്കിൽ മനസ്സിലാവുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം, എനിക്കൊരു വയ്യാഴിക വന്ന സമയത്ത് എനിക്ക് കുറച്ചുനാൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. ഒരു മാസം കിടപ്പായി. ലിഗമെന്റ് ഫ്രാക്ചർ ഉണ്ടായിരുന്നു കാലിന്. അപ്പോ എനിക്ക് ഒരു അപകടം സംഭവിച്ച സമയത്ത് എനിക്കൊരു 2 ആഴ്ചയോളം എനിക്ക് ഇവനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പൊ ഇവൻ എന്നെ കാണാതിരുന്ന് ഒരു ദിവസം വാക്കറിൽ ഞാൻ നടന്നു വരികയും ഇവനെ വിളിച്ചപ്പോഴാണ് ആള് എന്നെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അവിടെ തന്നെ നിന്നു. ഞാൻ തിരിച്ചു നടന്നു റൂമിൽ വന്നിട്ടും ഇവൻ ആ നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇപ്പുറത്ത്, അപ്പൊ എന്റെ റൂമിന്റെ തൊട്ട് പുറയിലാണ് ഇവന്റെ തൊഴുത്തുള്ളത്, നീ അവിടെ വന്നിട്ട് വിളിക്ക്, ഇവൻ ഇവിടെ നിന്നിട്ട് അനങ്ങുന്നില്ല, കുറെ സമയമായി, നീ ഒന്ന് ഇവിടെ നിന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ജനൽ വഴി ചെന്ന് വിളിച്ചു. അപ്പൊ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ആൾ അവിടെ നിന്ന് ഓടി എന്റെ ജനലിന്റെ അവിടെ വന്നു. അവിടെ വന്നിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ ഓർത്തു ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ? കുറെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം അമ്മ ഇവനെ പിടിച്ച് വലിച്ചിട്ടും മൂക്കേറിൽ പിടിച്ചിട്ടും ഒന്നും ഇവൻ അനങ്ങുന്നില്ല അവിടെ നിന്ന്. അവസാനം അമ്മ കെട്ടാൻ വേണ്ടി ബലമായി വലിച്ച സമയത്ത് ഇവൻ എന്റെ ജനലിന്റെ താഴെ അവിടെ തന്നെ അങ്ങ് കിടന്നു. അപ്പൊ എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഞാനും കരഞ്ഞു, അമ്മയും കരഞ്ഞു, എല്ലാരും കരഞ്ഞു പോയി ഇവന്റെ ഒരു അറ്റാച്ച്മെന്റ് കണ്ടിട്ട്. അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോ ആശാൻ പതിയെ എണീറ്റു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവൻ എണീറ്റിട്ടുണ്ട്, വേഗം ചെന്ന് അഴിച്ച് അവനെ തൊഴുത്തി കെട്ടിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇവൻ എഴുന്നേറ്റ സമയത്ത് അമ്മ ഓടി ചെല്ലുകയും ഇവൻ വീണ്ടും അമ്മ കയറടിക്കുകയും ഇവൻ അവിടെ തന്നെ കിടന്നു. ആ ഒരു രാത്രി മൊത്തം എന്റെ അപ്പു എന്റെ ജനലിന്റെ അരികിലാണ് അവൻ അന്ന് അന്തി ഉറങ്ങിയത്. അന്ന് രാത്രി മൊത്തം പോത്ത്, എനിക്ക് ഉറക്കം വരാത്ത രാത്രികളായിരിക്കും പോത്തിന്. അതെ അതെ അതെ. ഭാഷ പറഞ്ഞാൽ ശരിയല്ലെങ്കിലും കാളരാത്രി ആയിരിക്കും. അതെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്കൊരു സന്തോഷത്തിന് ഒരു നാടൻ പാട്ടുകാരി എന്ന് പറഞ്ഞപ്പോഴേ ഒരു ചെറിയ നാടൻ പാട്ടൊക്കെ ഉണ്ട്, നമുക്ക് സന്തോഷമായിട്ട് അങ്ങ് തുടങ്ങിയാലോ? ആട്ടിച്ച് പൊളിച്ചൊരു പാട്ട് പാടും. തീർച്ചയായിട്ടും. മൈക്ക് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ. തന്നന്നേ താനേ നന്നേ താനിന്നേ തന്നന്നേ താനേ നന്നേ താനിന്നേ താനന്നെ 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 തന്നന്നെ താനന്നെ നാനന്നെ താനന്നെ തന്നന്നെ താനന്നെ നാനന്നെ താനന്നെ തന്നന്നെ താനന്നെ നാനന്നെ താനന്നെ തന്നന്നെ തന്നന്നേ താനേ നന്നേ താനിന്നേ
തന്നന്നേ താനേ നന്നേ താനിന്നേ போகாத இடத்தினிலே போகக்கூடாது அம்மா சுற்றி சுற்றி அங்க இங்கோ பிரியக்கூடாது போகாத இடத்தினிலே போகக்கூடாது அம்மா சுற்றி சுற்றி அங்க இங்கோ பிரியக்கூடாது வீணாகவே மனுஷன் மாறக்கூடாது உத்தமுள்ள ஈஸ்வரியே உன்னரிகே சரணமம்மா தன்னே தானே நன்னே தானின்னே தன்னே தானே நன்னே தானின்னே தானே நானே தானே தன்னே தானே நானே தானே தன்னே தானே நானே தானே நன்னே தானே நானே தானே நன்னே தன்னே தானே நன்னே தானின்னே തന്നന്നേ താനേ നന്നേ താനിന്നേ. ഓക്കെ, വെൽ ഡൺ, ഗുഡ് ഗുഡ്. അപ്പൊ എനിക്കൊന്ന് നിങ്ങൾക്കൊരു നാടൻ പാട്ട് ഗ്രൂപ്പില്ലേ? അതെ. എന്താ കലാസമിതിയുടെ പേര്? ചന്ദ്രൂർ മായ. ചന്ദ്രൂർ മായ. എനിക്കൊന്ന് ഒരു കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഗ്രൂപ്പാണത്. അതെ അതെ. നമുക്ക് ചില നാടൻ പാട്ടൊക്കെ പറഞ്ഞു വരും. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നിപ്പോ ആരൊക്കെ കൂടെ വന്നിരിക്കുന്നത്? ഇന്നിപ്പോ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡും കുഞ്ഞും. അപ്പൊ അവരോട് വിളിക്കാം, എന്നിട്ട് നമുക്ക് കലാപരിപാടി തുടരാം. ഓക്കെ. അതിരിക്കുന്നത് അമ്മ. അമ്മ അമ്മ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ആ രാത്രിയിൽ, ആ കാളരാത്രി ഉണ്ടല്ലോ, ആ പോത്തുറങ്ങാതെ നടന്ന രാത്രി, അന്ന് അമ്മയാണോ പോത്തിനെ ഡീൽ ചെയ്ത്? അത് ഭയങ്കര സങ്കടമായിപ്പോയി നമുക്ക്. മോൾക്ക് വയ്യാത്ത ഒരു അവസ്ഥ നമുക്കും മാനസികമായിട്ട് ഭയങ്കര സങ്കടമുള്ള ഒരു സമയമാണല്ലോ. ശരിക്കും ഞാൻ എടുത്തോണ്ട് വരെയൊക്കെ ആയിരുന്നു ആളെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോകണം. അത്രയ്ക്ക് വയ്യാതായിപ്പോയി, നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇവളെ കാണാതിരുന്നപ്പോഴേക്കും അവന് ഭയങ്കര വിഷമായി. അപ്പൂന് നിങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയാണോ ഈ? തീർച്ചയായും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. ഞങ്ങളുടെ കുറെ പേര് അവനെ ഇഷ്ടപ്പെട്ടു. വീട്ടിൽ വേറെ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് അവരെയൊക്കെ സ്നേഹിക്കാത്ത എന്താ? ഈ പോത്തിന് മാത്രം VIP സ്റ്റാറ്റസ് കൊടുത്തത്? അതെന്താന്ന് ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി സാർ. ഞങ്ങൾ ആദ്യം മോളോട് എതിർത്ത് പറ്റില്ല, എങ്ങനെ വെച്ചാൽ ഭയങ്കര ഒരു അടുപ്പം. പോത്തെന്ന് ഞങ്ങൾ പറയാറില്ല. അപ്പൂനോട് അത്രയ്ക്ക് അടുപ്പമായി ഇവൾക്ക്. മുഴുവൻ സമയം എന്റെ കൂടെ. അപ്പം എല്ലാരും വലുതായി. മുറിക്കുള്ളില്ലെങ്കിൽ പോത്തിന്റെ കൂടെ ആയിരിക്കും. അതെ. ലോക്ക്ഡൌൺ സമയമായതുകൊണ്ട് പ്രോഗ്രാം ഒന്നുമില്ല, വേറെ പരിപാടി ഒന്നുമില്ല, ക്ലാസ് ഒന്നും എങ്ങും പോവണ്ട. അപ്പൊ മുഴുവൻ സമയം ഫുൾ ടൈം ഉള്ളി ദൂരെയൊക്കെ ഈ പുല്ല് ചെത്താനും, അവൻ തിന്നും അടുത്താലും പുല്ല് ചെത്താനൊക്കെ ദൂരെ ഇങ്ങനെ പോകും. വണ്ടി ഓടിച്ച്, 2 വീലർ ഓടിച്ചു പോയി അരുവ കൊണ്ട് പുല്ല് ചെത്തി നിറച്ച് റോഡ് ഫുള്ള്. ഒരു കാറ് പോണേക്കാളും കൂടുതൽ സ്ഥലം അഞ്ജന പോകും. വെച്ചാല് നമുക്ക് ചിരി വരെ ഇവളെ ഇതിങ്ങനെ ഓടിച്ചിങ്ങനെ വരുമ്പോ ആൾക്കാരൊക്കെ മാറിപ്പോകും. ഒരു കാറ് പോകണം അത്രയും സ്ഥലം വേണം. 2 വീലറെ പുല്ല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോകുമ്പോ പോലീസുകാർ വരെ നമ്മളോട് വഴക്ക് പറയും. ഇങ്ങനെ പുല്ല് ചെത്തി ഈ വരവ് ഇങ്ങനെ റോഡ് നിറഞ്ഞാണ് ഇങ്ങനെ പുല്ല് ഉൾപ്പെടെ ആയിട്ട് ആള് വരണത്. അങ്ങനെയൊക്കെ ആയി. വയ്യാതായപ്പോ ഞങ്ങളാകെ വിഷമിച്ച്, അവനും ആകെ വിഷമായി. നമ്മൾ അവരെ നന്നായിട്ട് നോക്കും. അവനെ ചുറ്റും ഉള്ളവര് തന്നെ ഒരുപാട് പേര് അവനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവന് പഴം, അവരുടെ മക്കൾക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പഴം കൂടെ അവന് സൂപ്പർ സ്റ്റാറാണ്. അവന് പ്രത്യേകം പച്ചക്കറി വെച്ചേക്കുന്ന കടകളുണ്ട്. അവര് തിരിഞ്ഞ് ചാക്കിലിട്ട് നമ്മളെ വിളിച്ചു പറയും. ഈ പോത്തിനെ കാണാൻ സുരേഷ് ഗോപി വന്നിരുന്നു. ഈ പോത്തിനെ കാണാൻ തന്നെ വന്നിരുന്നു. അതെ. അവനെ കാണാനും മോളെ കാണാനും മോളുടെ ഇതൊക്കെ കാണാൻ. അങ്ങനെയാണെങ്കിൽ ആ പോത്തിനെ എനിക്കൂടെ ഒന്ന് കാണണമല്ലോ. തീർച്ചയായിട്ടും. പോത്ത്. ഓക്കെ. അപ്പൊ താങ്കൾ? എന്റെ പേര് അഖിലേഷ് എന്നാണ്. അഞ്ജനയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അഞ്ജനയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഓക്കെ. ഞാൻ ഒരു പോത്ത് പ്രേമിയാണോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ വന്നിട്ടാണ്, ഇവര് വീട്ടിൽ വന്നതിന് ശേഷം എന്നെ കാണുന്നത്. ആദ്യം നമുക്കൊരു തമാശ പോലെ തോന്നിയില്ലെങ്കിലും കൊടുക്കാനുള്ള അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. പിന്നീട് ഇവരത് അതിനെ സ്നേഹിക്കുന്ന കാണുമ്പോ നമുക്കൊരു അത്ഭുതം പോലെയാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഇവരാണ് ഞങ്ങൾ വിളിച്ചാൽ തന്നെയും. ഇപ്പൊ ഞങ്ങള് ഇറങ്ങാത്ത അവസ്ഥയായോ? പോത്തിനെ എതിർത്ത് തുടങ്ങിയെങ്കിലും? ഇല്ലല്ല, അങ്ങനെയല്ല. ഞങ്ങള് വീട്ടിൽ വരുമ്പോ അപ്പൊന്ന് വിളിച്ചാൽ ഞാൻ വിളി കേൾക്കുവാണല്ലേ. ഇവര് വരുമ്പോ, ഇവരിവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് സാർ. ഇവിടുന്ന് വരുമ്പോ പോലും അപ്പോന്ന് വിളിച്ചാ മതി, അവൻ വിളി കേൾക്കും. അത്രയ്ക്ക് സ്നേഹം ഇവരോട് പോലും. ഇവരെ ഇടക്കല്ലേ കാണുന്നത്, പക്ഷെ അവര് വിളിച്ചാൽ പോലും അവൻ വിളി കേൾക്കും. അത്രയ്ക്ക് സ്നേഹമാണ്. ഞാൻ ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്നു. അപ്പോ താങ്കൾ? എന്റെ പേര് അഞ്ജലി. ഞാൻ അഞ്ജനയുടെ ചേച്ചിയാണ്. ഇൻഫോ പാർക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചിക്ക് ഇതുപോലുള്ള സ്നേഹമുണ്ടോ? അവളിപ്പോ സ്നേഹിച്ചു തുടങ്ങിയപ്പോ സ്നേഹമായി. ഇൻഫോ പാർക്കിലെ കൊറോണത്തിന് അയച്ചാലോ? കെട്ടാൻ സ്ഥലമില്ല അല്ലേ? ഇല്ല. ഓക്കെ.
അപ്പൊ എന്തായാലും ഇത് വളരെ ഒരു അപൂർവമായ സംഭവമാണ്. കാരണം അതെ, അതെ. വിളിച്ചാ വിളി കേൾക്കുന്ന പോത്ത്, അതെ, വിളിച്ചാ വിളി കേൾക്കുന്ന അത് ദൈവം നല്ല എന്നൊക്കെ ഇടുന്നു. സ്നേഹമാണ്. ഏഹ് നല്ല നമ്മള് സ്നേഹമാണ്. ദൂരെ വരുമ്പോഴേ അവനറിയാം സാറേ. അപ്പൊ തന്നെ അവൻ നമ്മളെ വിളിക്കും. ആണോ? അമ്മയെ നീരം വിളിക്കും. ശരി. അമ്മേന്ന് വിളിക്കോ? ആ, അതെ. അപ്പൊ പോത്തിന്റെ കരച്ചിൽ കേട്ടാൽ നമുക്ക് അങ്ങനെയാണ് അതേപോലെയാണ് അവൻ വിളിക്കുന്നത്. നമ്മൾ ദൂരെ റോഡിൽ വരുമ്പോഴേ, ഞങ്ങൾ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോ ദൂരെ വരുമ്പോഴേ അവൻ ഞങ്ങളെ വിളിക്കും അവൻ. അത് നമ്മൾ ഹെൽമെറ്റ് വെച്ചാലും ശരി, മാസ്ക് വെച്ചാൽ എന്ത് വെച്ചാലും അവൻ നമ്മളെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ ഷൂട്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നോ, 1 കോടി അടിച്ചോണ്ട് വരുമെന്ന്? പറഞ്ഞിട്ടാണ് പോകുന്നത്. പച്ചക്കറി എനിക്ക് തോന്നുന്നറിയാമോ, എന്തായാലും ഈ പോത്തിനെ നമ്മൾ ഷൂട്ട് ചെയ്യുമല്ലോ. അപ്പൊ ഈ പോത്തിനെ ഈ ടി വിയിൽ വരുമ്പോ ഒന്ന് കാണിച്ചു കൊടുക്കണം. അവന്റെ റിയാക്ഷൻ പ്രൊഫൈലിൽ പോത്തും കാണുമല്ലോ. അപ്പൊ ഈ പോത്തിന്റെ റിയാക്ഷൻ എന്താണെന്നറിയാൻ കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഒരുപാട് കാണുന്ന ആദ്യത്തെ പോത്തായിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തായാലും വളരെ വിചിത്രമായ അനുഭവമാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മയെന്നൊക്കെ വിളിക്കുന്ന ഒരു പോത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പോത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരാ. കുട്ടേട്ടാ, യെസ് ബോസ്, പറയൂ. ഹായ് കുട്ടേട്ടാ. അഞ്ജന, എന്തോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. കുട്ടേട്ട സുഖമായിട്ടിരിക്കണോ? വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പു, ഷീഡ, ജിമ്മി ഇവരെ 3 പേരെയും അന്വേഷിച്ചതായി പറയണം. പറയാം. അപ്പൊ എങ്ങനെയാ മനസ്സിലാക്കാൻ പോകുന്ന? 10 ചോദ്യങ്ങൾ വഴി 1 കോടി, അല്ലെങ്കിൽ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയോ? ഒരേ ഒരു ഓപ്ഷൻ. പതിയപ്പോ 20 ചോദ്യങ്ങൾ വഴി അല്ലേ? അപ്പൊ ഇപ്പൊ ഇവിടെ കയറി നിൽക്കുമ്പോൾ ടെൻഷൻ ഒഴിയാൻ അപ്പുവിനെ മനസ്സിൽ വിചാരിച്ചോ? ടെൻഷൻ ഇല്ല സാറേ, നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടിട്ട് ഒന്നും ഇല്ലല്ലോ. ഇല്ലയോ? അപ്പു ഇല്ലേ? അവൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. അവന് ഈശ്വരനായിട്ട് അവനെ വിളിച്ചാലേ അവൻ പോവുള്ളൂ, അല്ലെങ്കിൽ അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആണ്, അങ്ങനെയല്ലേ? ഇനിയിപ്പോ പോത്ത് മൊത്തൊരു ജീവിതമാണ്. അവനും ഉണ്ടാവും ജീവിതത്തില്. അതെ, അങ്ങനെ തന്നെ പോകട്ടെ. കാര്യം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിൽ പുതിയ ചരിത്രങ്ങൾ എഴുതുന്നത്. വളരെ നല്ലത്. അപ്പൊ എങ്ങനെയാ, ടെൻഷൻ ഉണ്ടാവും? ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാം മാറിയല്ലോ. മാറി. ആ പോത്തിന്റെ കാര്യം ആലോചിച്ചു എല്ലാം തീർന്നില്ല. അതെ, ഹാപ്പി. അപ്പൊ നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാം. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അളക്കും. അപ്പൊ ഹാർട്ട് ബീറ്റ് എങ്ങനെയാ? നോർമലാണ്. അപ്പൊ താങ്കളുടെ ഹാർട്ട് ബീറ്റ് നോക്കാം. ആ കുട്ടിയേട്ടാ, കുഴപ്പമൊന്നുമില്ല. 99. അതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള സാധനമായിട്ടാണ് കാണുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 രൂപയുടെ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം. താങ്കളുടെ ഒരുപാട് കാര്യങ്ങൾ വളരെ ചിലതൊക്കെ ആവേശം പകരുന്നതാണ്, ചിലതൊക്കെ താങ്കളോട് സങ്കടം തോന്നുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകളും അനുഭവങ്ങളും ഉള്ള ഒരു ജീവിതമല്ലേ താങ്കൾക്ക് ബാക്കി കിട്ടിയത്. ചിലപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ നമ്മുടെ ജാതകം തെളിയാൻ പോവായിരിക്കും. ഓക്കെ, മോണിറ്റർ പ്ലീസ്. സുഖിയൻ എന്ന പലഹാരത്തിനുള്ളിൽ എന്താണ് നിറയ്ക്കുന്നത്? ഓപ്ഷൻ എ വൻപയർ, ഓപ്ഷൻ ബി ഗോതമ്പ്, ഓപ്ഷൻ സി മുതിര, ഓപ്ഷൻ ഡി ചെറുപയർ, ഓപ്ഷൻ ഇ നിലക്കടല. ചില സ്ഥലത്തൊക്കെ മോദകം എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ചെറുപയർ. അത് തന്നെയാണോ ഇതിനകത്ത് നിറയ്ക്കുന്നത്? തീർച്ചയായിട്ടും. ഉറപ്പാണോ? ഉറപ്പാണ്, 100%. കൂട്ടോ ഞാൻ. പിന്നെ അവസാനം വൻപയർ വെച്ച് നിറയ്ക്കാമായിരുന്നു എന്ന് പറയുന്നു. സുഖിയന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇല്ല. സുഖിയൻ ഉണ്ടാക്കാൻ അറിയാമോ? അറിയാം. ഓക്കെ, ഓപ്ഷൻ ഡി. താങ്കൾ പറഞ്ഞ ഉത്തരം ഞാൻ പൂട്ടിയിരിക്കുന്നു. 10,000 രൂപയും അങ്ങോട്ട് അയക്കുന്നു. തസ്നയോട് എത്തിച്ചേരും. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി ആയിരുന്നു ശരി ഉത്തരം. അപ്പൊ അത് സുഖിയന്റെ അകത്ത് ചെറുപയർ തന്നെയാ കയറുന്നത് അല്ലേ? ഓക്കെ, മോദകം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അവിടെ വാങ്ങിച്ചേരാൻ മാർഗമില്ല. അപ്പൊ താങ്കൾ ചായക്കടയിൽ നിന്നിട്ടുണ്ട്. ഈ സുഖിയന്റെ കാര്യം പറഞ്ഞപ്പോഴാ, എന്തുകൊണ്ടാണ് ചായക്കടയിലേക്ക്? ഒരു നാടൻ പാട്ടുകാരിയാണ് താങ്കൾ, അത്യാവശ്യം കൂടുതൽ നന്നായി പാടുന്നു. അപ്പൊ ഒരു പാട്ടുകാരിക്ക് വലിയ സ്കോപ്പുള്ള സംസ്ഥാനമല്ലേ കേരളം? അതെ, തീർച്ചയായിട്ടും. ഈ നാടൻ പാട്ട് കലാകാരി ഏത് സാഹചര്യത്തിലാണ് ഹോട്ടൽ ജോലിക്ക് പോയി തുടങ്ങിയത്? ലോക്ക്ഡൌൺ വന്ന് നാടൻ പാട്ടും അതിന്റെ ഒപ്പം തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേജ് വർക്കുകൾ, വെഡിങ് സ്റ്റേജ് വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പഠനത്തിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അതായിരുന്നു വരുമാന മാർഗം എന്ന് പറയുന്നത്. പക്ഷേ ലോക്ക്ഡൌൺ കൊറോണ സ്റ്റേജ് കുരുത്തോല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് കുരുത്തോല വെച്ചിട്ട് മയിൽ, സിംഹം, ഗണപതി, അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യാൻ അറിയാം. പ്രൊഫഷണലി ഓടിക്കുന്നുണ്ടോ അത്? അതെ, അത് ചന്ദ്രൂർ മായ എന്ന് പറയുന്ന സമിതിയുടെ കീഴില് ഞങ്ങൾക്ക് ഒരു ആശാനുണ്ട്, കമൽ ചന്ദ്രൂർ. അദ്ദേഹത്തിന്റെയും മണിക്കുട്ടൻ എന്ന് പറയുന്ന ആളുടെയും ശിക്ഷണത്തിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ അവരുടെ ഒപ്പമാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോ അതൊക്കെയായിരുന്നു വരുമാന മാർഗം എന്ന് പറയുന്നത്. പക്ഷേ വരുമാനം ഉണ്ടാകുമായിരുന്നു. അത് ഒരു എന്നുമല്ല, നമുക്ക് മാസത്തില് ഒരു കുറച്ച് ദിവസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുൾ ടൈം നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് വർക്ക് ഉണ്ടാവും. വർക്കും പ്രോഗ്രാമുകളും ഒന്നിച്ചു വരും. നമുക്ക് നമ്മുടെ കാര്യങ്ങള് നടക്കും. അല്ല, അഞ്ജന ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നത്, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ കാര്യം വീട്ടിലെ അവസ്ഥ കൊണ്ടാണോ? വീട്ടിലെ അവസ്ഥയുണ്ട് ഒരു വശത്തുണ്ട്. ജോലി ചെയ്യുന്നില്ലേ? ഇല്ല, അച്ഛൻ വയ്യാത്ത ആളാണ്. അച്ഛന് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട്
കിടപ്പിലല്ല, ആൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അമ്മ ഒരു വീട്ടില് പോത്തിനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മ പോത്തിനെ സ്നേഹിക്കുന്നുണ്ട്. അമ്മ ഒരു വീട്ടില് ജോലിക്ക് പോവാണ്, ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട് പോവാണ്. അവനൊരു 6 മാസമുള്ളപ്പോ പോണതാണ്. ഇപ്പൊ അവൻ വലിയ കുട്ടിയായി. അമ്മ അവിടെ തന്നെ ഉണ്ട്. അമ്മ അവിടെ തന്നെ ഉണ്ട്. അമ്മ ആ കുഞ്ഞു വളർന്ന് വീട് വിട്ട് പോയാലും അമ്മ അവിടെ തന്നെ കാണും അല്ലേ? ഇനി വിട്ടുപോകുന്ന പ്രശ്നമില്ല അല്ലേ? കുഞ്ഞ് അവൻ ശരിക്കും എന്റെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നെന്ന് വേണം പറയാൻ സാറേ. ഇപ്പൊ 9 വയസ്സായി ആളിനെ. ഞാൻ ഈ പറഞ്ഞ പോലെ തീരെ കുഞ്ഞായിരുന്ന സമയം തൊട്ടേ മോനെ നോക്കണതാണ്. അതെ, നിരഞ്ജൻ എന്നാണ് പേര്. ഞാൻ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ നിരഞ്ജൻ എന്ന് വിളിക്കാറില്ല. മോനും അത് ഇഷ്ടമല്ല. ഞാൻ കണ്ണൻ എന്ന് വിളിക്കുന്നത് തന്നെയാണ് കുഞ്ഞിനും ഇഷ്ടം. ശരിക്കും ഞങ്ങളുടെ ഒരു ജീവിതം വഴിമുട്ടി നിന്ന സമയത്ത് ഞാൻ എന്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്, ഈശ്വരൻ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശ്വരൻ നേരിട്ട് നമ്മുടെ മുന്നിലോട്ട് വരില്ല. പക്ഷെ നമുക്കൊരു വഴിയായിട്ട് നമുക്ക് കിട്ടിയ ആ കുഞ്ഞ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ദൈവം തന്നെയാണത്. ആ മോനെ കിട്ടിയതോടുകൂടി മോന്റെ വീട്ടുകാരും അവരെല്ലാരും ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും നമ്മളൊന്നും അങ്ങോട്ട് പറയണ്ട, ഇല്ലാതെ തന്നെ നമ്മളെ അറിഞ്ഞ് നമ്മളെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്നു. അപ്പൊ ശരിക്കും ഞങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ. നിങ്ങള് യഥാർത്ഥത്തില് ഈ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഒരു വേലിയേറ്റം പോലെ വീട്ടിലേക്ക് അടിച്ചു കയറിയപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ച കുടുംബമാണോ? ഞാൻ കാണുന്നവരെല്ലാം ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ആരുടെ മുന്നിൽ പോയി കൈ നീട്ടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അന്നും ഇല്ല, ഇന്നും ഇല്ല. പിന്നെ അന്ന് അച്ഛന് പെട്ടെന്ന് നമ്മളൊരു ആപൽഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ എത്തിയ നമ്മൾ നോ എന്ന് പറയൂ. ചിലപ്പോ നമ്മുടെ ഒരു ദുരഭിമാനോ ആയിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. നമ്മളെ സഹായിക്കാനോ നമ്മുടെ അവസ്ഥ കണ്ട് അറിഞ്ഞ് നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഈ കോവിഡ് കാലത്ത് വളരെ ബുദ്ധിമുട്ടി. ബുദ്ധിമുട്ടി കിടന്നു. അച്ഛന് വയ്യാത്ത ആളാണ്. അപ്പൊ അച്ഛൻ ഇപ്പൊ ഞാനൊരു 6th പഠിക്കുന്ന സമയത്ത് അച്ഛന് വയ്യാതാവുന്നതാണ്. അപ്പൊ ഞങ്ങക്ക് അച്ഛൻ അങ്ങനെ വയ്യാന്നോർത്ത് അച്ഛനെ ഞങ്ങൾ ഒരു കുറവുകളും ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങള് കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാ അച്ഛനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അമ്മ ആ സമയത്ത് ജോലിക്ക് പോകാൻ കാണിച്ചൊരു ധൈര്യമാണ്. ആ ഒരു ഞങ്ങക്ക് ജീവിതം വഴിമുട്ടി നിന്ന സമയത്ത് പ്രശ്നം കൊണ്ട് കുറെ നേരം മടിച്ചു നിന്നോ ജോലിക്ക് പോകാൻ? ഇല്ല, അമ്മയും അച്ഛനും ആദ്യം ഒരു വീടിനടുത്ത് തന്നെ ഒരു കയർ ഫാക്ടറിയിൽ ഒന്നിച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പ്രണയവിവാഹമായിരുന്നു. കുടുംബം മൊത്തം പ്രണയവിവാഹമാണ്. ഇനി ഞാനായിട്ട് ചരിത്രം തിരുത്തി എഴുതുമോന്ന് എനിക്കറിയില്ല. അത് മിക്കവാറും താങ്കൾ തിരുത്തും. കാര്യം ഒരു പോത്തിനെ സ്വന്തമാക്കിയ ആളല്ല, അതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം പെട്ടെന്നാവും. എന്നിട്ട് അവര് പ്രണയിച്ചു, കല്യാണം കഴിച്ചു. അതെ അതെ. ഒരു 2 കയർ തൊഴിലാളിയായിട്ട് നിന്നതായിരുന്നല്ലോ? അല്ല സാർ, ഞങ്ങൾ അന്നേരം വേറൊരു സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിട്ടിരുന്നത്. കയറല്ലായിരുന്നു. കയർ അത് കഴിഞ്ഞിട്ട് കയറി വിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ. സമരം പ്രണയമായിട്ട് മാറിയുള്ളൂ. അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഉള്ള ജോലി നഷ്ടപ്പെട്ട് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന അതായിരുന്നു. അപ്പം ഞങ്ങളുടെ വിവാഹമൊക്കെ ആ ജോലിയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ജോലി നഷ്ടപ്പെട്ടപ്പോഴാണോ നിങ്ങൾ ഹൃദയം കൊണ്ട് അടുത്ത് പോയത്? അല്ല, ഹൃദയം കൊണ്ട് അടുത്ത് ഞങ്ങളുടെ കല്യാണം തൊഴിലാത്തവരെല്ലാം ഹൃദയം കൊണ്ട് അടുക്കാൻ നിന്നാലേ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഹൃദയം കൊണ്ട് അടുത്തത്. പക്ഷെ അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ നമ്മൾ അങ്ങനെയൊക്കെ ആകുമ്പോ അവർക്കത് ബുദ്ധിമുട്ടാകും. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങള് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങള് കയറെടുത്തതാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അല്ല, എന്നിട്ട് നിങ്ങൾ ഒരിക്കൽ എല്ലാവരും കൂടെ കയറെടുത്തല്ലോ, അതെന്തിനായിരുന്നു? അല്ല, അത് മക്കള് ജനിക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ അങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയം അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുങ്ങളൊക്കെ ആയി. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ്. മോള് 10ാം ക്ലാസ്സിലായി, ഇയാൾ 6ാം ക്ലാസ്സിലായി. ആ ഒരു സമയത്താണ് ചേട്ടന് പെട്ടെന്ന് വയ്യാതെ വരുന്നത്. കയർ ഫാക്ടറി ജോലി ഇല്ലാതിരുന്ന എന്ത് ജോലിയും ചെയ്യും ഇവരുടെ അച്ഛൻ, ഏത് ജോലിയും ചെയ്യും. ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷത്തോട് ഞങ്ങൾ കഴിഞ്ഞതാണ്. എന്നെ ഒരു സാധനം വാങ്ങാൻ ഒരു കടയിൽ പോലും വിടാറില്ല. ഞങ്ങൾ ജോലി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ചേട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കും. അങ്ങനെയായിരുന്നു. പെട്ടെന്ന് വയ്യാതെ വന്നു, പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ കുറെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു മുഴുവൻ സമയവും. സാമ്പത്തിക പ്രശ്നത്തിലായി. ശരിക്കും ഞങ്ങൾ അന്നേരം ഞങ്ങൾക്കുള്ള വീട്, ഞങ്ങൾ പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ട്, ആ വീട് ഒത്തിരി പഴയതായത് കൊണ്ട് വീട് വെക്കാൻ വേണ്ടി ഉള്ള വീടും പൊളിച്ചിട്ട് ഒരു ഷെഡിൽ നമ്മൾ ഇങ്ങനെ താമസിക്കുകയാണ്. ചേട്ടന്റെ അമ്മയുണ്ട്, അമ്മയ്ക്ക് പ്രായമാണ്. ചേട്ടന്റെ സഹോദരിയുണ്ട് ഞങ്ങളുടെ കൂടെ, പുള്ളി വികലാംഗയാണ്, പ്രായമുണ്ട്. 62 വയസ്സ് ഇപ്പം പുള്ളിക്കാരിക്കും ഉണ്ട്, ചേച്ചിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉള്ള വീട് നമ്മൾ പൊളിച്ചിട്ട് ഷീറ്റ് കൊണ്ട് നമ്മളിങ്ങനെ ഒരു ഷെഡ് പോലെ കെട്ടി അതിൽ താമസിക്കും. നമുക്ക് ആ വീട് ശരിയാക്കാം എന്നുള്ള ഇതില്. പക്ഷെ ആ സമയത്താണ് ചേട്ടന് വയ്യാതെ വരണത്. അപ്പൊ നമ്മൾ ആകെ തകർന്നു പോയി. കയറി കിടക്കാൻ വീട് പോലും ഇല്ല. പ്രായമായ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എന്ത് ചെയ്യും എന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ചേട്ടന്റെ വയ്യാഴികകള്, ഇതിനിടക്ക് ചേച്ചിക്കും വയ്യ. ചേച്ചിക്ക് ഒരു യൂട്രസിൽ ഫൈബ്രോയിഡ് ഒക്കെ വന്ന് നമ്മൾ ഡോക്ടറെ കാണുന്ന സമയത്ത് അവർ പറയുന്നത്
ക്യാൻസറിന്റെ ഒരു തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശരിക്കും. വല്ലാതെ വിഷമിച്ചു പോയൊരു സമയമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മ രാത്രിയില് എൻ്റെ അമ്മയെ വിളിക്കണ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ചേച്ചിയുടെ റിസൾട്ട് അങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കിയല്ല ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ടാന്ന് വെക്കും. നമുക്ക് അങ്ങനെ ഒറ്റക്കൊറ്റക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല, സാമ്പത്തികം ഇല്ല, കിടക്കാൻ വീടില്ല, അങ്ങനെയുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങള്. ആലോചിച്ചത് അങ്ങനെ നമ്മൾ അങ്ങനെ ആലോചിച്ചു. ശരിക്കും ഈ മോള് ആണ് പറയണത്, അച്ചായിക്ക് വയ്യെങ്കിൽ നമുക്കിനി ജീവിക്കണ്ട അമ്മേ. അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ് സാറേ. കുഞ്ഞുങ്ങൾ അവർക്ക് അവരുടെ അച്ഛന് വയ്യാന്നൊരു അവസ്ഥ അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അച്ചായിക്ക് വയ്യെങ്കിൽ നമുക്ക് ജീവിക്കേണ്ട അമ്മയെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ മോളോട് പറയും, നമ്മൾ അങ്ങനെ ചിന്തിച്ചു എന്ന് പോലും അച്ഛൻ അറിയരുത്. എന്താന്ന് വെച്ചാൽ നമ്മളെ എത്രയും കാര്യമായിട്ട് നോക്കിയ അച്ഛൻ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു അറിയുമ്പം ചിലപ്പോ അച്ഛന്റെ മനസ്സ് എങ്ങോട്ടാണ് പതറി പോണേന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മക്കൾ ധൈര്യമായിട്ട് ഇരിക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ കണ്ണനെ നോക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയതല്ലേ. അതോടുകൂടി കണ്ണന്റെ വീട്ടിൽ നിങ്ങൾ സുഖകരമാണ് അല്ലേ? ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ കണ്ണനാണ് ഇപ്പൊ വീടിന്റെ ഒരു വെളിച്ചം അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ആ വീട്ടുകാർക്ക് ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോരോ? 20,000 രൂപയുടെ ചോദ്യം. 20,000 മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ മണ്ണിനടിയിൽ വളരുന്നത് എന്താണ്? ഓപ്ഷൻ എ നാരങ്ങ, ഓപ്ഷൻ ബി കുടംപുളി, ഓപ്ഷൻ സി കാച്ചിൽ, ഓപ്ഷൻ ഡി വഴുതനങ്ങ, ഓപ്ഷൻ ഡി തക്കാളി. ഓപ്ഷൻ സി കാച്ചിൽ. കാച്ചില് മണ്ണിനടിയിലാണോ വളരുന്ന കുട്ടി? അതെ, തീർച്ചയായിട്ടും. എന്നാര് പറയുന്നു? അതെ, ശരിയാണോ? ആ, വീട്ടിലുണ്ടായിരുന്നു. കാച്ചിൽ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് 1924 അല്ല, കുറച്ചു നാള് മുന്നേ കാച്ചിൽ വീട്ടിലുണ്ടായിരുന്നു. ഓപ്ഷൻ സി പൂട്ടാമോ? പൂട്ടാം സാർ. കാച്ചില് പൂട്ടിയാ പിന്നെ പ്രശ്നമാവും. കാച്ചില് പൂട്ടിയാൽ പൂട്ടാം. പൂട്ടാം. ഓപ്ഷൻ സി പൂട്ടി. തുറക്കുമ്പോ കാണാം. ഇപ്പൊ നോക്കിക്കോ. ഓപ്ഷൻ സി കാച്ചിൽ. 20,000 രൂപയുടെ ചോദ്യമാണ് കൊണ്ട് കളഞ്ഞത്. ചോദ്യം വായിച്ചു നോക്കാതെ ഉത്തരം പറഞ്ഞു. നാരങ്ങ, കുടംപുളി, വഴുതന, തക്കാളി, ഇതെല്ലാം വീട്ടിലുണ്ട്. ഇതെല്ലാം കുടംപുളിയുണ്ട്, വഴുതനങ്ങയുണ്ട്, നാരങ്ങ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി ആ മരം. തക്കാളിയുണ്ട്. തക്കാളിയുണ്ട്. അപ്പൊ കാച്ചിലാണ് ശരി ഉത്തരം. പിന്നെ ഇനി തർക്കിക്കാനില്ല. ഓപ്ഷൻ സി ശരി ഉത്തരം. 20,000 രൂപ. എവിടെ വരെ പഠിച്ചു താങ്കൾ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്യാണ് ഡിസ്റ്റൻസ് ആയിട്ട്. അപ്പൊ ഈ ദാരിദ്ര്യത്തിന്റെ നടുവിലേക്ക് എറിയപ്പെട്ടു വീട്. വീട്ടില് മുന്നോട്ട് പോകാൻ വയ്യാത്ത വഴി, ഒരു കൂട്ട ആത്മഹത്യക്ക് പോലും ആലോചിക്കുന്നു. ക്ലേശങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ. അപ്പൊ പാട്ടൊന്നുമില്ല, എല്ലാ വേദികളും അടഞ്ഞു. കംപ്ലീറ്റ് സ്റ്റേജുകളൊക്കെ തകർന്നു. ജീവിക്കാൻ ഒരു വഴിയില്ല. പിന്നെ അങ്ങോട്ട് പോയി. ആ ഒരു സാഹചര്യത്തിൽ നിന്നപ്പോ വീടിന്റെ അടുത്ത് അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു അണ്ണനുണ്ട്. അപ്പൊ ആൾക്ക് ചേർത്തലയിൽ ഷോപ്പ് ഉള്ളതാണ്. അവരുടെ 4 പേരുടെ ഷെയർ ആണ്. ടീ ഷോപ്പ്, ഫിഷിന്റെ ഷോപ്പ്, ചായക്കടയും ഫിഷിന്റെ ഷോപ്പും, മീൻകടയുണ്ട്. അവരുടെ 4 പേരുടെ ഷെയർ ആണ്. അപ്പോ ഒരു വീട്ടിലെ 4 പേരല്ല, അവര് ചേർത്തലയിൽ പല സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ആ 4 പേരും കൂടെ ചേർന്ന് ചേർത്തലയിൽ ഒരു സ്ഥാപനം ഇട്ടതാണ്. ആദ്യം അതായത് ആ അതൊരു ബിസിനസ് ട്രിക്കാണ്. സാധാരണ കണ്ടിട്ടുള്ളതല്ല. കാരണം ഫിഷിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാലും സാധാരണ ഒരു മീൻകറിയുടേതായിട്ടുള്ള, അതെ, ഫിഷിന്റെ ഷോപ്പിന്റേതായിട്ടുള്ള ഒരു മണമോ അങ്ങനെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമോ അങ്ങനെ ഒന്നുമല്ല. AC ഷോറൂം ആണ്. എല്ലാ മീനും ഇല്ലേ അവിടെ? ചാളയും എല്ലാ ടൈപ്പ് കായലിലെയും കടലിലെയും എല്ലാ ടൈപ്പ് മത്സ്യങ്ങളുണ്ട്. ഡെയിലി ഫ്രഷ് എന്നാണ് ഷോപ്പിന്റെ പേര്. അതെ, ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഡെയിലി കൊടുക്കുക. അപ്പോ ആ ഫിഷിന്റെ ഷോപ്പിലേക്ക് ഒരാളെ വേണമെന്നും പറഞ്ഞിട്ട് എന്നെ അനീഷനെ വിളിക്കുകയാണ്. അപ്പൊ എന്നോട് ചോദിക്കുന്നത്, മോളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോടാ നമ്മുടെ ഷോപ്പിൽ ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ അപ്പുമായിട്ട് സുഖമായിട്ട് കഴിയുന്നു. പിന്നെ ഞാൻ പരിപാടി പ്രോഗ്രാമൊക്കെ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ആളല്ല. നമ്മള് ഫുൾ ടൈം ഇതിന്റെ പുറകെ തന്നെ ആയിരിക്കും. കണ്ടിന്യൂസ് വർക്കൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അപ്പൊ ഈ അണ്ണൻ വിളിക്കുന്ന ഈ ഒരു സമയം കൊണ്ട് ചേർത്തലയിലുള്ള സകല കടകളിലും എന്റെ ബയോഡേറ്റ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. എല്ലാ കടകളിലും
ഏതൊക്കെ ജോലിക്ക്? തുണിക്കട, ഈ സൂപ്പർ മാർക്കറ്റുകള്, ഇതുപോലെ പച്ചക്കറി കടകള്, അതൊന്നും തുറക്കുന്നില്ല. പക്ഷെ തുറക്കുമ്പോൾ കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ 1-2 ദിവസം വിട്ടൊക്കെ തുറക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ വന്നപ്പോ അങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളൊരു ഇതില് സകല കടകളിലും ഞാൻ കൊണ്ട് എന്റെ ബയോഡാറ്റ കൊടുത്തു. എല്ലാരും വിളിക്കാന്ന് പറഞ്ഞാൽ ആരും വിളിച്ചില്ല. അപ്പോഴാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനീഷണ്ണന്റെ വിളി. ഞാൻ പറഞ്ഞു അണ്ണാ ഞാൻ വരാന്ന് പറഞ്ഞു. ഒരു സെക്കൻഡാണ് സൈലന്റ് ആയിട്ട് പറഞ്ഞു, മോളെ നീ വന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷെ നിനക്ക് പ്രോഗ്രാമിനൊക്കെ പോണ്ടേടാ, ലീവൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അണ്ണാ പ്രോഗ്രാമും വർക്കും ഒന്നും ഇല്ല, പിന്നെ ഇനി പ്രോഗ്രാം തുടങ്ങിയാൽ അപ്പോഴല്ലേ, അത് അപ്പൊ ചിന്തിക്കാം, ഞാൻ വരാം, എനിക്കൊരു ജോലി അത്യാവശ്യമാണ്, ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ അണ്ണൻ പറഞ്ഞു, ശരി മോനൊന്ന് ഒരു കാര്യം ചെയ്യ്, രാവിലെ ഇങ്ങോട്ട് വാ, ഞങ്ങൾ 4 പേരും ഇവിടെ ഉണ്ടാവും, നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് പറ്റുന്നുണ്ടോ എന്നൊന്ന് കണ്ടു നോക്ക്, നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ടീ ഷോപ്പും കൂടെ ഉണ്ട്, അപ്പോൾ മോളൊന്ന് വന്ന് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ആചാനബാഹുക്കളായ 4 മനുഷ്യരുണ്ട്. അപ്പൊ അവരെയൊക്കെ അവരിങ്ങനെ ഇരിക്കുവാണ്. ലിസൺ ചേട്ടൻ, നിസാർക്ക, രാജേഷ് ചേട്ടൻ, അനീഷ് അണ്ണൻ, അങ്ങനെ അവര് 4 പേരാണ്. അപ്പൊ ഇവരിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഒരു കാര്യമേ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ജോലിക്കാരിന് ആവശ്യമില്ല, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനായിട്ട് മോളെ നിനക്കൊരു വിശ്വാസം ഉണ്ടോ, നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഇപ്പൊ തൊട്ട് ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷിന്റെ ഷോപ്പിൽ ആ സമയത്ത് വേറൊരു ചേച്ചിയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ഫിഷിന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ചെയ്ത് കുറച്ച് സ്പേസ് ഉണ്ട് നീട്ടത്തില്, അവിടെയാണ് ഒരു പെട്ടിക്കട പോലെ ഒരു വീലില് ഇങ്ങനെ ചായ കാടി സെറ്റ് ചെയ്തേക്കുന്നത്, കുറച്ച് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് പഴയ ഒരു സെറ്റപ്പിൽ, അങ്ങനെ ഒരു കടയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം 3 മണിയാകുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്, മോളൊന്ന് വന്ന് നോക്കൂ, പറ്റുമോ ഇല്ലയെന്നൊന്ന് നോക്കൂ, ഒന്ന് കണ്ടു നോക്ക്, ഇതിന്റെ രീതികൾ എങ്ങനെയൊക്കെ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു, അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു പോയി നോക്കാൻ. അമ്മക്ക് വിഷമം ഉണ്ടായിരുന്നു സാറേ. ജോലിയും ഏതായാലും എനിക്കതിൽ വിഷമമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു വീട്ടു ജോലി ചെയ്തിട്ട് എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നയാളാണ്. എന്റെ മക്കളെ പഠിപ്പിച്ച്, എന്റെ മോളുടെ കല്യാണം നടത്തി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എന്റെ വീട് കയറി കിടക്കാൻ വീടില്ലാതിരുന്ന ഞങ്ങള് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീട് വെക്കാൻ പറ്റി. എന്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടണ്ട. ഏത് ജോലി ചെയ്തിട്ടും അന്തസ്സോടെ നമ്മൾ നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് മോളെ എനിക്ക് മീൻ വിൽക്കാൻ പോയതിനോടോ ചായ വിൽക്കാൻ പോയതിനോടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പക്ഷേ ഫിഷ് ഡെലിവറിയുടെ സമയത്ത് ഭയങ്കര വെയിലാണ്. അപ്പൊ അങ്ങനെ ആദ്യം ടീ ഷോപ്പിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്നു 3 മണിയായപ്പോ ഞാൻ ചെന്നപ്പോ അവിടെ ബെഞ്ചുകളെല്ലാം ഫുള്ളാണ്. അപ്പൊ ചായ കുടിക്കാൻ വന്നവരാണ്. വൈകുന്നേരം ആകുമ്പോ ഒരു പാട്ടൊക്കെ ഇട്ട് നല്ലൊരു വേറൊരു വൈബാണ് അവിടെ. പാട്ടൊക്കെ ഇടും. അവിടെ എല്ലാ ടൈപ്പ്, നമുക്ക് ബാക്കി നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആസാമിലെ കുട്ടികളാ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഹിന്ദി പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ആ ഒരു സന്തോഷത്തില് നിമിഷങ്ങളിൽ എല്ലാരും കൂടെ ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ അവരെന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാറുണ്ട്. അതല്ലാത്ത സമയങ്ങളിൽ അവിടെ ഹോം തിയേറ്ററിൽ ഇങ്ങനെ പാട്ടുകൾ, ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോ ആ ബെഞ്ച് ഫുൾ ആളാണ്. ഒരു 10-30 ടൈപ്പോളം വെറൈറ്റി ചായകളുണ്ട് അവിടെ. അപ്പോ ഞാൻ ചെല്ലുമ്പോ ചായ, മസാല ടീ, ആസാം ടീ, ജിഞ്ചർ, കാർഡമം, ബട്ടർ, വാനില, ലെമൺ ഗ്രാസ്, പിന്നെ കുറെ ഫ്ലവർ ടീസ്, പിന്നെ ബ്ലാക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, അത് ഞാൻ ഗ്യാരണ്ടി. ഞങ്ങളുടെ ചായകടി അങ്ങനെ മോശമാവില്ല. ചായകാടി എന്നാണ്. ഗാഡിയാണ് ചായകാടി. അതെ അതെ അതെ. ആ ഒരു വണ്ടിയിലാണ് കട നിൽക്കുന്നത്. അന്ന് ഞാൻ കാണാൻ ചെന്ന ഞാൻ നോക്കുമ്പോ നിറയെ ആളാണ്. ഉടനെ എന്റെ അടുത്ത് പറഞ്ഞു കേറിക്കോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ചായയുടെ വില അറിയില്ല. ഞാൻ ആൾക്കാർ വരുന്നു, ബില്ല് ചോദിക്കുന്നു, ഞാൻ എങ്ങനെയൊക്കെയോ കണക്ക് കൂട്ടി കൊടുക്കുന്നു. അന്ന് രാത്രിയാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. പിറ്റേ ദിവസം തൊട്ട് ആ സമയത്ത് 3 മണിയായിരുന്നു എനിക്ക് അവിടെ ഡ്യൂട്ടിക്ക് കയറേണ്ട സമയം. പിറ്റേ ദിവസം തൊട്ട് ചായകാടിയില് ഞാൻ അങ്ങനെ അവിടെ അങ്ങനെ നില ഉറപ്പിച്ചു. അതെ അതെ. ചായ ഇപ്പൊ അടിക്കാൻ അറിയാം, പക്ഷെ ചായ അടിക്കേണ്ടി അങ്ങനെ വരാറില്ല. ഈ സുഖിയൻ ഉണ്ടാക്കാൻ പഠിച്ചു അവിടുന്നാണോ? സുഖിയൻ ഉണ്ടാക്കാൻ പഠിച്ചത് അത് വേറൊരു കഥയാണ്. അത് വേറെ കഥ. അപ്പോ
അങ്ങനെ ഞാൻ ചായകാടിയിൽ വന്നു. അങ്ങനെ ചായകാടിയിൽ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഡെലിവറിക്ക് നിന്ന പയ്യൻ പോയി. മീൻ ഡെലിവറിക്ക് ഫിഷിന്റെ മീനിന്റെ കച്ചവടം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ മീനിന്റെ ഷോപ്പിൽ മീൻ കച്ചവടം ഉണ്ട്, ഡെയിലി ഫ്രഷിൽ അത് നടക്കുന്നുണ്ട്. പുറത്തുള്ള സ്പേസിലാണ് ചായകാടി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് ചായകാടിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചായകാടിയിലെ ചീഫ് അക്കൗണ്ടന്റ് ആണ്. അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് അതിലൊന്നും മടിയൊന്നും ഇല്ല. അതെ എന്ത് ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് വീണ്ടും ലോക്ക്ഡൌൺ വന്നു. അടുത്ത ലോക്ക്ഡൌൺ വന്നു, ഒന്നുകൂടെ വന്നു. അപ്പോ സർക്കാരിന്റെ ഒരു സഹായം അങ്ങനെ കിട്ടിയപ്പോ ദേടാ തീർന്നു, ചായകാടി അതോടെ ക്ലോസ് ആയി, തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചായ പാഴ്സൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഹോട്ടലിൽ പാഴ്സൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ചായ പാഴ്സൽ കൊടുക്കാൻ പറ്റില്ല, പൊതിഞ്ഞു കൊടുക്കാനും പറ്റില്ല. അപ്പൊ അത് അങ്ങനെ നിന്നു. ഈ സമയം തന്നെ ഇല്ലേ നമുക്ക് ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഫിഷിന്റെ ഷോപ്പിൽ ഡെലിവറിക്ക് നിന്ന പയ്യൻ അവന് പറ്റാണ്ടവൻ നിർത്തിപ്പോയി. അപ്പൊ അവിടെ ഷോപ്പിൽ ഡെലിവറിക്ക് ആളില്ല. എനിക്കാണെങ്കിൽ സാറേ സത്യം പറഞ്ഞാൽ തെക്കും വടക്കും അറിയാൻ പാടില്ല. സ്ഥലകാല ബോധം എന്ന് പറയുന്ന സാധനമില്ല. ചേർത്തല വീട്ട അങ്ങനെ അങ്ങനെ പറയാം. ചിലപ്പോ അവന്റെ കൂടെ നടന്ന് അങ്ങനെ ആയതാവാം. അപ്പൊ എനിക്ക് അങ്ങനെ സ്ഥലങ്ങളെ പറ്റി വലിയ ധാരണയില്ല. ആ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഷോപ്പില് ഇങ്ങനെ ആളില്ലാതെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് നിസാർക്ക് പറഞ്ഞു, അഞ്ജു നീ ഒന്ന് ഡെലിവറിക്ക് പോയി നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സ്ഥലം അറിയാത്തതിന്റെ ഒരു പേടിയാണ് എനിക്ക്, മറ്റൊന്നിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ ബാക്കി 3 പേരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. പോയി നോക്കൂ, പറ്റുന്നതാണെങ്കിൽ ചെയ്യൂ. ആദ്യം പറയാനൊരു മടിയായിരുന്നു, ഞാനൊരു പെൺകുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് പറയാനൊരു മടി ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു, ശരി ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞു. ആദ്യം അമ്മയോട് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, വെയില് നിനക്ക് പറ്റത്തില്ല, ഭയങ്കര വെയിലാണ്, പ്രശ്നമാണ്, വണ്ടി ഓടിച്ച് ദൂരെ അറിയാമല്ല സ്ഥലം പ്രശ്നമാണ്, മഴയും പ്രശ്നമാണ്, അങ്ങനെ പോണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വേറെ വഴിയില്ലാഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അമ്മയുടെ വാക്ക് ഞാൻ ഒന്ന് ധിക്കരിച്ചു. എന്നിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഫിഷിന്റെ ഡെലിവറിക്ക് പോയി. ആദ്യത്തെ ദിവസം പോയി ആൾക്കാരെ അന്വേഷിച്ച് വിളിച്ച് തേടിയൊക്കെ ടൂ വീലറിലാണ് പോകുന്നത്. വലിയ പെട്ടിയാണോ ബാഗില്? വലിയ പെട്ടിയൊന്നും അല്ല, ബാഗ് ഉണ്ടായിരുന്നു. എന്തൊക്കെ മീനായിരുന്നു ആ ദിവസം കൊണ്ടുപോയത്? അത് കരിമീനുണ്ട്, ചെമ്മീൻ, മാനത്തുകണ്ണി, അങ്ങനെ മീനുണ്ട് അല്ലേ. കണ്ണിയിലാന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാനത്തുകണ്ണി നിങ്ങളുടെ നാട്ടിൽ ചേർത്തല സൈഡില് വേറെ പേരായിരിക്കും. ചേർത്തല 2 തലയല്ലേ? അതെ ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അപ്പൊ എല്ലാം അവിടെ കടൽ മത്സ്യം, കായൽ മത്സ്യം, അങ്ങനെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഫിഷിന്റെ. എത്ര വീട്ടിൽ പോയി ആദ്യ ദിവസം? ആദ്യ ദിവസം 10-12 വീടുകളിലേക്ക് പോയിട്ടുള്ളൂ. സ്വീകരണം എങ്ങനെ ഉണ്ടായിരുന്നു? സ്വീകരണം പ്രത്യേകിച്ച് കോവിഡല്ലേ, അത് കൊറോണ കൊണ്ടുവരാന്ന് വിചാരിക്കുമല്ലോ. ആരെയും നമ്മള് ഭൂരിഭാഗം ആൾക്കാരും ചില വീടുകളിൽ ചെല്ലുമ്പോ ഗേറ്റിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പൈസ ഇട്ട് തരും. നമ്മൾ ഈ ഗേറ്റിൽ ഇങ്ങനെ എത്തി വലിഞ്ഞിട്ട് ഇവർക്ക് ഫിഷ് വെച്ചു കൊടുക്കണം. മുഖം പോലും കാണലുണ്ടായില്ല. അപ്പൊ ഞാൻ ഓർക്ക്, ഈശ്വര മനുഷ്യന്മാര് തന്നെയല്ലേ ഇതെന്താ ഇവർ ഇങ്ങനെ കാണിക്കുന്നത്? നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമ്മൾ വെയിൽ കൊണ്ട് ഈ മീനും കൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോ ഈ പൈസയൊക്കെ ഇങ്ങനെ ഇട്ട് തരുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇട്ട് തരും ഇടക്കൂടെ. പൈസ വഴി കൊറോണ വന്നാലോ? അതെ, ആൾക്കാരുടെ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടാ, നമുക്ക് ആരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡെലിവറിക്ക് പോയിട്ട്. അപ്പൊ ആദ്യ സമയത്ത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 30-40 നല്ല കച്ചവടമുള്ള ഷോപ്പാണ്. അപ്പൊ അതനുസരിച്ച് ഡെലിവറികൾക്ക് പോയ സമയമുണ്ട്. അവിടേക്ക് വരാം. നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിന് സമയമാകുന്നു. 30,000 മോണിറ്റർ പ്ലീസ്. താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ചെയ്തുതരാം. മീൻ കച്ചവടം അല്ല, ഒരു ഓടി കളിപ്പിച്ചു തരാം. പ്ലീസ് പ്ലേ. ഇനിയാണ് ചോദ്യം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ? മധു ബാലകൃഷ്ണനോടൊപ്പം ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പ്രണവം ശശി, ഓപ്ഷൻ ബി ബിജു മേനോൻ, ഓപ്ഷൻ സി കലാഭവൻ ഷാജോൺ, ഓപ്ഷൻ ഡി കലാഭവൻ മണി, ഓപ്ഷൻ ഇ ജഗദീഷ്. ഓപ്ഷൻ ഡി കലാഭവൻ മണി. ഉറപ്പായിരിക്കും? ഉറപ്പാണ്. കൂട്ടാമോ എനിക്ക്? തീർച്ചയായിട്ടും. ഈ പാട്ട് എത്ര കാലമായി കേൾക്കുന്നു? കുറെ നാളായി കേൾക്കുന്നു. ഓപ്ഷൻ ഡി. ഇതേത് സിനിമയിലെ പാട്ടാണ്? സിനിമ എനിക്കറിയില്ല. ഇല്ല, കാഴ്ച. ആ സിനിമ സംവിധാനം ചെയ്ത ആരാണ്? ബ്ലെസി. അപ്പൊ ബ്ലെസിയുടെ സിനിമയിലെ പാട്ടാണ്. ഓപ്ഷൻ ഡി കലാഭവൻ മണി. ഉത്തരം ശരിയാണ്. 30,000 രൂപ കൈക്കിട്ടി. ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഇത്തരുണത്തിൽ കലാഭവൻ മണിയുടെ ഒരു നാടൻപാട്ട് കേട്ടാലോ? മണിച്ചേട്ടന്റെ പാട്ട് പാടാം. ഇങ്ങനെ മക്കി കയ്യിലെടുത്തോളൂ.
മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. ഓക്കെ, താങ്ക് യു. കലാഭവൻ മണി നേരിട്ട് കണ്ടിട്ടുണ്ടോ? മണിച്ചേട്ടനെ കാണാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സ്വപ്നം അങ്ങനെ തന്നെ കിടക്കുക അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു ചിലപ്പോ ഞാൻ എന്നെ ലോകം അല്ലെങ്കിൽ എന്നെ മനുഷ്യരെ തിരിച്ചറിയുന്ന സമയത്ത് ഒരുപക്ഷെ എന്നെ ആദ്യം കാണാനായിട്ട് ഓടി വരിക മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മണിച്ചേട്ടൻ തന്നെ ആയിരിക്കും. പക്ഷെ അതിനുള്ളൊരു ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയി. അല്ല, അറിഞ്ഞാ വന്നേ. സുരേഷ് ഗോപി ഏത് സാഹചര്യത്തിലാ വന്നത്? സുരേഷ് ഏട്ടൻ ഈ മീൻ വിറ്റ് തുടങ്ങിയ ശേഷമാണോ വന്നത്? മീൻ വിറ്റു, പിന്നെ FB-ൽ ഇങ്ങനെ അപ്പുനെ പറ്റിയിട്ടൊരു പോസ്റ്റാണ് എല്ലാത്തിനും കാരണമെന്ന് പറയാം. കാരണം എന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ അതെ ഐപ്പേട്ടൻ കാരണമാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഐപ്പേട്ടന്റെ സ്റ്റോറിയാണ്, ഐപ്പേട്ടൻ എന്നെ പറ്റി ചെയ്ത സ്റ്റോറിയാണ് ഒരുപാട് ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞത്, എനിക്ക് ഓരോ വേദികളും അവസരങ്ങളും കിട്ടിയത്. തീർച്ചയായിട്ടും ഐപ്പേട്ടൻ ഒരു സംഭവമാണ്. കാരണം അതൊരു ഞാൻ ഐപ്പേട്ടൻ ഇതുപോലെ തന്നെ വേലു എന്ന് പറഞ്ഞിട്ടൊരു പോത്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റോറി ഞാൻ അന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് അമ്മയോടൊപ്പം ഞങ്ങൾ ആ പോത്തിന്റെ സ്റ്റോറി കണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ നമ്മുടെ അപ്പുനെ ഇതുപോലെ ഒന്ന് എടുക്കാൻ വന്നിരുന്നെങ്കിൽ അവനെ ഇതുപോലെയൊക്കെ എല്ലാരും കാണുമായിരുന്നു, അവൻ ഇതുപോലെ എല്ലാരും അറിഞ്ഞേനെ അമ്മേ. ഇപ്പൊ ആരും അറിയില്ലല്ലോ അമ്മേ നമ്മൾ ഇങ്ങനെ ആർക്കും കൊടുക്കാതെ ഒരാളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മേനെ ഞാൻ ആ വീഡിയോ കാണിച്ചു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ എനിക്കൊരു നമ്പറിൽ നിന്നൊരു കോള് വരികയാണ്. വിളിച്ചിട്ട് എടാ മോളെ ഞാൻ ഐപ്പാണെന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് ആ ഞാൻ ഓർത്തിനി ഞാൻ സ്വപ്നം കാണുന്നതാണോ, ഇതെന്താ മനസ്സിലാവുന്നില്ല. പറഞ്ഞു ഞാൻ ഐപ്പാണ്, ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഐപ്പേട്ടാ ഞാനിപ്പോ വീഡിയോ കണ്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് മോനെ നിന്റെ ഒരു സ്റ്റോറിയാണോ, ഞാൻ നാളെ രാവിലെ ചേർത്തലേക്ക് വരുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. ഐപ്പേട്ടൻ രാവിലെ വരുന്നു, അതൊരു ഇന്റർവ്യൂ ആണെന്ന് പോലും തോന്നില്ല. കാരണം ഞാൻ ഐപ്പേട്ടൻ വരുമ്പോ ഞാൻ ഷോപ്പിലില്ല. പോത്തിന് അവന് പോത്തൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരുന്നു. ഐപ്പേട്ടനാണ് ആദ്യം എന്റെ സ്റ്റോറി വരുന്നത്. ഐപ്പേട്ടൻ എന്നെ ഷോപ്പിൽ അന്വേഷിച്ച് വരുമ്പോ ഞാൻ ഡെലിവറിക്ക് പോയേക്കുവാണ്, ഫിഷും കൊണ്ട് പോയേക്കുവാണ്. ഞാൻ തിരിച്ച് വരുമ്പോ സാധാരണ ഇപ്പൊ നമ്മളൊരാൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മളോട് സംസാരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ഇതൊന്നുമില്ല. ഞാനൊരു വീട്ടില് ഡെലിവറി കൊടുത്തിട്ട് വരുന്നു, ഞാൻ വരുമ്പോ ഐപ്പേട്ടൻ ക്യാമറയായിട്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ നടന്നു വരുന്ന വഴി എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഞാൻ അതിനൊക്കെ മറുപടി പറയുന്നു. ആ പോക്ക് എന്റെ കൂടെ കയറി വീട്ടിലേക്ക് വരുന്നു, നേരെ പോത്തിനെ കഴിക്കാൻ പറഞ്ഞു, ഞാൻ നേരെ അവന്റെ അടുത്ത് പോണു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. എന്നെ കൊണ്ട് പാട്ട് പാടിക്കണു. അപ്പോ ഐപ്പേട്ടന്റെ വീഡിയോ കാണുകയും സുരേഷ് ഏട്ടൻ എന്നെ ഒരു ദിവസം രാവിലെ ഒരു 5 മണി തൊട്ട് വിളിക്കുകയാണ്. രാവിലെ 5 മണി തൊട്ട്. ഞാൻ രാവിലെ എണീക്കാൻ കുറച്ച് മടിച്ചിയാണ്. നന്നായിട്ട് അത് പണ്ടോട്ടെ അങ്ങനെയാ, പോലെ കിടന്നുറങ്ങി. അത് ഇച്ചിരി പാടാ, എനിക്ക് രാവിലെ എണീക്കൽ ഇച്ചിരി പാടാ. അപ്പോ കോള് വരുന്നത് ഇങ്ങനെ പാതി മയക്കത്തിൽ അറിയുന്നുണ്ട്. നോക്കിയപ്പോ നമ്പർ, അപ്പൊ ഐപ്പേട്ടൻ എന്റെ വീഡിയോ ചെയ്തപ്പോ എന്റെ നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ കോള് രാത്രി പകൽ വ്യത്യാസമില്ലാതെ പോത്തിനെ പ്രണയിച്ച പെൺകുട്ടി അല്ല, നാടൻ പാട്ടും പോത്ത് വളർത്തലും മീൻ കച്ചവടം ഒക്കെ ആയിട്ട് ചേർത്തലിലെ ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. മീൻ കച്ചവടം, അതെ അതെ, ചായക്കട. അപ്പൊ അങ്ങനെയാണ് വന്നത്. അപ്പൊ ആ വീഡിയോയില് നമ്പർ ഉണ്ടായിരുന്നോണ്ട് തന്നെ ഒരുപാട് മനുഷ്യരെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ രാവിലെ തൊട്ട് ഇങ്ങനെ കോള് വരുന്നുണ്ട്. ഞാൻ അന്ന് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങിയത്. നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കില്ല ഒരുപാട് മനുഷ്യരുടെ സ്നേഹം. ആ ഒരു ഇതില് ഉറങ്ങിയപ്പോ തന്നെ ലേറ്റ് ആയി. രാവിലെ തൊട്ട് കോള് വരുന്നുണ്ട്, ഞാൻ എടുത്തില്ല. 2 പ്രാവശ്യം വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചു, 4 പ്രാവശ്യം വിളിച്ചു. ഒരു 7:30 ആയപ്പോ എനിക്ക് സുരേഷ് ഗോപി സാറിന്റെ 5ാമത്തെ കോള് വന്നു. ഏട്ടന്റെ 5ാമത്തെ കോള് വന്നു. ഞാൻ നല്ല പാതി മയക്കത്തിലാണ്. ഞാൻ എടുത്തിട്ട് ഹലോ വെച്ചു. ഹലോ വെച്ചപ്പോ ആദ്യം എന്നോട് പറയുന്നത്, എണീറ്റില്ലേ ഇതുവരെ? ഞാൻ ഓർത്തു പെൺകുട്ടികള് രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. ഇത്രയും കേട്ടപ്പോ ഞാൻ ഉറക്കപ്പിച്ച. ഞാൻ ചോദിച്ചു ഇതാരാ സംസാരിക്കണേ? എനിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു. ഞാൻ ചോദിച്ചു ആരാ സംസാരിക്കണേ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ അഞ്ജന അറിയില്ല, പക്ഷെ നമ്മൾ അറിയും, പരസ്പരം അറിയും. പക്ഷെ നമ്മൾ തമ്മിൽ നേരി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു.
ഇങ്ങനെ കുറെ ആൾക്കാർ വിളിക്കുന്നോണ്ട് ഇത് സുരേഷ് ചേട്ടന്റെ സൗണ്ടായിട്ട് എനിക്കിത് സങ്കല്പിക്കാനേ പറ്റുന്നില്ല, സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ. അപ്പോഴും ഞാൻ കിടക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നമ്പർ കിട്ടാൻ വഴിയില്ലാഞ്ഞിട്ട് ഞാൻ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഞ്ജനയുടെ നമ്പർ എടുത്തതെന്ന് പറഞ്ഞു. എവിടുന്ന്? ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നോ? കാരണം ഐപ്പേട്ടന്റെ വീഡിയോയിൽ എന്റെ നമ്പർ ഉണ്ട്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്റെ നമ്പർ എടുക്കാൻ എന്താ കാര്യം? ഞാൻ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്നോ? അതെങ്ങനെ? അതെ, ഞാൻ പറഞ്ഞ അറിയും, എന്റെ പേര് സുരേഷ് ഗോപി എന്നാണെന്ന് പറഞ്ഞു. ആ കിടന്നെടുത്തുനിന്ന് ഞാൻ എങ്ങനെയോ ചാടി വീടിന് പുറത്തെത്തി. അപ്പോ അമ്മയൊക്കെ എല്ലാരും പതിയെ താഴത്തേക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സുരേഷ് ഏട്ടാ എന്നെ പറ്റിക്കരുത്, എനിക്ക് ഞാൻ ഓർത്ത് ഇനി വല്ല ആരെങ്കിലും നമ്മളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് വല്ലതാണോ? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ശരിയാ സത്യമാണോ? അപ്പൊ കുറെ ചിരിച്ചു അവിടെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ രാവിലെ തൊട്ട്, അപ്പൊ അന്ന് ട്രിവാൻഡ്രം എന്തോ പോവാണ്, അപ്പൊ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് എന്നെ രാവിലെ തൊട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ എടുത്ത സമയം കൊണ്ട് ഏട്ടൻ ഹരിപ്പാട് എത്തി. അപ്പൊ ആളൊക്കെ ആവുന്നതിന് മുന്നേ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്ടാ എന്തായാലും ഏട്ടൻ തിരിച്ചു വരുമ്പോ എനിക്ക് കാണണം, എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ആള് പറഞ്ഞ വാക്ക് പാലിച്ചു. തിരിച്ചു വരുന്ന വഴി വീട്ടില് അവിടെ വന്നു, നമ്മുടെ അടുത്ത് വന്നു, കണ്ടു, പോത്തിനെ കണ്ടു. അവനെ രാത്രി നമ്മുടെ ഏട്ടൻ ഫോട്ടോ എടുക്കാനൊന്നും നിന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആരും അറിയാതെ വന്നിട്ട് പോകാനായിട്ടായിരുന്നു വന്നത്. പക്ഷെ വന്ന സമയം കൊണ്ട് നമ്മുടെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മള് പറയുകയും ചെയ്തു, അറിഞ്ഞും സംഭവം ആള് കൂടി, പഞ്ചായത്ത് മൊത്തം ഇളകി. അപ്പൊ ഏട്ടന് അധികം സമയം നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അധികം സംസാരിക്കാനും പറ്റിയില്ല. അപ്പൊ നമ്മുടെ റോഡ് ഭയങ്കര മോശമാണ്, വീടിന്റെ അങ്ങോട്ടുള്ള. അപ്പൊ റോഡ് മോശമായത് കൊണ്ട് തൊട്ടപ്പുറത്തുള്ള ടാറിട്ട റോഡ് അവിടെയാ വന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവനെയും കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോ ഞാനും അപ്പും ഞങ്ങൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോ റോഡ് ഫുൾ ആളാണ്. അപ്പൊ കുറച്ച് ചെമ്മീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഐസ് ചെയ്ത് പാക്ക് ചെയ്ത് അങ്ങനെ അതുകൊണ്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് അധികം ഞങ്ങൾക്ക് സംസാരിക്കാനും മിണ്ടാനും ഒന്നും പറ്റിയില്ല. അന്ന് എനിക്കൊരു അച്ചപ്പവും കൊണ്ട് ഏട്ടൻ വരുന്നത്. വന്ന പാടെ എനിക്ക് ആ അച്ചപ്പം തന്നു, മീനിന്റെ പൈസ തന്നു. അങ്ങനെ അന്ന് അധികം സംസാരിക്കാനും പറ്റിയില്ല, എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഏട്ടൻ പോയി. പിന്നെ ഞാൻ ഓർത്തു എല്ലാവരും വന്നതുപോലെ തന്നെ ഇപ്പൊ എന്റെ വീഡിയോ വൈറലായ സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നിരുന്നു എന്റെ വീട്ടില്, രാഷ്ട്രീയപരമായിട്ടും കലാപരമായിട്ടും നിൽക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകൾ. പക്ഷെ ഇന്നും ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം കൊണ്ടുപോകുന്ന, നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ സുരേഷ് ഏട്ടനാണ്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. എനിക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഏട്ടൻ വീണ്ടും എന്നെ കാണാൻ വന്നു. അതിനുശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്കൊരു ചാനൽ തുടങ്ങണം, എനിക്ക് ഏട്ടനായിട്ടൊരു ഫസ്റ്റ് വീഡിയോ ഏട്ടനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. ആ വീഡിയോ എടുക്കാനായിട്ട് ഏട്ടൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. ആ ഫസ്റ്റ് എന്റെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ഞാൻ ചെയ്തത് ഏട്ടന്റെ ഒപ്പാണ്. ഇപ്പോഴും വിളിക്കാറുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും. കാലിത്തീറ്റ വാങ്ങിക്കാനായിട്ട് 2 തവണ വന്നപ്പോഴും അവന് കാലിത്തീറ്റ വാങ്ങാനായിട്ടുള്ള പൈസ തന്നിട്ടാ പോയത്. ഇവിടുന്ന് ഒരു പൈസ കുറച്ചുകൂടെ കിട്ടാൻ പോകും. 40,000 രൂപയുടെ ചോദ്യം, 40,000 മോണിറ്റർ. ചോദ്യം ഇതാണ്, 40,000 രൂപയുടെ ചോദ്യം. വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ, യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ. ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിന്റെ പേരിലാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേരുള്ളത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. സംശയമുണ്ടോ? സംശയമുണ്ടെ പിടിവള്ളി എടുക്കാം. പിന്നെ നമ്മള് തെറ്റ് പറഞ്ഞ് പുറത്താവണ്ട. ഓക്കെ, ആരുടെ പിടിവള്ളി വേണം? കുട്ടേട്ടന്റെ. കുട്ടേട്ടാ, അഞ്ജന 2 ഓപ്ഷൻസ് പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ ഗുജറാത്ത്, ടി ജാർഖണ്ഡ്. എ ഗുജറാത്ത്. കൂട്ടാമോ എനിക്ക്? ഓപ്ഷൻ എ ഗുജറാത്ത്. ഗുജറാത്ത് പണി പാളിയോ? തെറ്റിയാൽ 3,000 രൂപ വണ്ടിക്കാശായി. ഓക്കെ അല്ലേ? ചേർത്തല വരെ പോയാൽ മതിയല്ലോ. ഒന്ന് വളവ് തിരിയുമ്പോ ചേർത്തലയായി, ഡീസലുള്ള പൈസയായി. മാത്രമല്ല വണ്ടിക്കൂലിയും പിന്നെ അപ്പൂന് കാലിത്തീറ്റയ്ക്കുള്ള പൈസയും കൂടെ. ഓക്കെ, ഇന്ന് പുല്ലൊക്കെ കൊടുത്തിട്ടാണോ വന്നത്? ഇന്ന് പുല്ലും പച്ചക്കറിയൊക്കെ. പുല്ല് വായിസം. കുട്ടേട്ടന്റെ സഹായത്തോടെ താങ്കൾ പിടിവള്ളി ഉപയോഗിച്ച് പറഞ്ഞു ഓപ്ഷൻ എ ഗുജറാത്ത് എന്ന് പറഞ്ഞു. അടിതെറ്റിയാൽ പോത്തും വീണ് കേട്ടാ. ഓപ്ഷൻ എ ഗുജറാത്ത്. താങ്കൾ പറഞ്ഞ ഉത്തരം അഞ്ജന, സുരേന്ദ്രൻ ആരെയാ മനസ്സിൽ വിചാരിച്ച ഈ ഉത്തരം പറഞ്ഞപ്പോ? ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഫ്രാങ്കായിട്ട് അടിച്ചോ? ആ ചായക്കടയെ കുറിച്ചെങ്കിലും ആലോചിച്ചൂടായിരുന്നു? ചായക്കട എപ്പോഴും എന്റെ ഉള്ളിലുണ്ടല്ലോ. ആ അപ്പുവിന്റെ മുഖം, ആ 2
കണ്ണുകൾ അവനും ഉണ്ട്. ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ മനസ്സിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇവന് എളുപ്പം പ്രശ്നം തീരാം. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. ഗാന്ധിനഗറാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം. അപ്പോ ഗാന്ധിനഗർ പോയിട്ടുണ്ടോ? അവിടെ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എങ്ങും പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് ഗാന്ധിനഗർ. ബോസ്, പറയൂ കുട്ടേട്ടാ. അഞ്ജന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ 2 പേര് പുറകെ വന്നു. എന്നിട്ട് ഒരു പേപ്പറിൽ എന്തോ എഴുതി റോഡിൽ വെച്ചു. നിങ്ങൾ അതെടുത്തു. എന്നിട്ട് പിന്നീട് എന്തു സംഭവിച്ചു? അവരുടെ കവിളത്തടിച്ചു. അതാണ്. അല്ലല്ലേ? കവളത്തടിച്ചില്ല. അടിച്ചില്ല. അടിക്കേണ്ട സാധനമായിരുന്നു അത്. അത് പോലീസിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തോ? ആര്? അമ്മ ഉണ്ട്. കേസ് കൊടുത്തോ? അയ്യോ, അതെന്തായിരുന്നു സംഭവം? അമ്മയെ സൂക്ഷിക്കണമല്ലോ. ഞാൻ ഇതുവരെ വിചാരിച്ചു കണ്ണന്റെ അമ്മയല്ലേ. അത് സ്കൂളില് 8ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു. വൈകിട്ട് വോളിബോളിന്റെ പ്രാക്ടീസ് ഉണ്ടാവും. അപ്പൊ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വോളിബോൾ കളിക്കുമായിരുന്നു. അപ്പോ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു 6:30-7 മണി ആ ഒരു സമയമൊക്കെ ആവും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ. അപ്പൊ ഞാനുണ്ട്, വീടിന്റെ അടുത്തുള്ള എന്റെ കൂട്ടുകാരത്തി ഉണ്ട്. അപ്പൊ ഞങ്ങള് വരുമ്പോ 2 ചേട്ടന്മാര്, ഞങ്ങളെക്കാൾ വലിയ ചേട്ടന്മാരാ, ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നു. അവര് വന്ന് ഞങ്ങളുടെ വീടിന്റെ ആ ഒരു വഴി വരെ വന്നു. അപ്പൊ ഇടക്ക് വെച്ചിട്ട് ഇവര് ഒരു സ്ലിപ്പിൽ എന്തോ ഇങ്ങനെ എഴുതി ഇട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ജസ്റ്റ് പാസ് ചെയ്ത് പോയി. എന്നിട്ട് ദൂരെ മാറി നിക്കാണ്, അത് എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ എന്റെ കൂടെയുള്ള ആൾക്ക് പേടിയായി. അവർ പറഞ്ഞു നമുക്ക് എടുക്കാണ്ട് പോവാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, നമ്മൾ എടുക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർ ഇതിപ്പോ എടുത്താൽ ചിലപ്പോ ഇതിവിടെ തീർന്ന് അങ്ങനെ പോകും. എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇനിയും പുറകെ വരും. അതുകൊണ്ട് നമുക്കത് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പേപ്പർ എടുത്തു. പേപ്പർ എടുത്തപ്പോ അവര് ഒരു കൈയൊക്കെ വീശൊരു ടാറ്റയൊക്കെ തന്ന ചേട്ടന്മാര് പോയി. വന്ന വഴി ഞങ്ങളുടെ അമ്പലമുണ്ട്. അപ്പൊ അമ്പലപ്പറമ്പില് അവിടെയുള്ള ചേട്ടന്മാരെല്ലാരും ഉണ്ടാവും. അപ്പൊ പോയ വഴി ഈ കാര്യം പറഞ്ഞിട്ട് എല്ലാവരുടെയും കയ്യിൽ ഞാൻ ഈ നമ്പർ കൊടുത്തു. ഇതുപോലെ 2 ആൾക്കാർ വന്ന് തന്നതാണ്, ഇനി നിങ്ങൾ തമ്മിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പെങ്ങന്മാരെ എന്താന്ന് വെച്ചാൽ അയക്കുമെന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നമ്പർ. പേപ്പറിൽ ഒരു ഐ ലവ് യു, ഒരു മൊബൈൽ നമ്പരും, അത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വീട്ടിൽ വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വളരെ കൂളായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ചെന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടോ, നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചെന്നു, തിരിച്ചു ചെന്നു, ആ പേപ്പർ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അമ്മ വിളിച്ചു. അമ്മ നമ്പറിലേക്ക് വിളിച്ചപ്പോ ആദ്യം കട്ട് ചെയ്തു. എന്നിട്ട് ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞെന്തോ മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വിളിച്ചപ്പോ അമ്മ എടുത്തപ്പോ സ്ത്രീ ശബ്ദമാണല്ലോ. അപ്പൊ ചേട്ടന്മാര് വിചാരിച്ചു ഞങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ അവിടുന്ന് പഞ്ചാരടി തുടങ്ങി. അപ്പൊ അമ്മ പറഞ്ഞു ഇത് ശരിയാവില്ല, ഇത് വിഷയമാണ്. അപ്പൊ അമ്മ ആ സമയത്ത് ഈ കുടുംബശ്രീയൊക്കെ ബന്ധപ്പെട്ട് സ്ത്രീ ശാക്തീകരണം, ADSന്റെ ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിന്റെ സമയമാണ്. ജനമൈത്രി പോലീസിന്റെ ഒപ്പമൊക്കെയാണ് അമ്മ ആ സമയത്ത്. ഉടനെ തന്നെ അമ്മ പോലീസിനെ വിളിച്ചു, ജനമൈത്രി പോലീസിനെ വിളിച്ചു. സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു പ്രശ്നമുണ്ട് സാറേ, ഇങ്ങനെ കുട്ടികളുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്ന് നമ്പരൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോയേക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കേസായി. അപ്പൊ സാറ് പറഞ്ഞു അവള് ചെറിയ കുട്ടിയല്ലേ, അവളുടെ പേരിൽ ഇപ്പൊ കേസൊന്നും ആക്കണ്ട, നമുക്കൊന്ന് അവരെ വരട്ടി വിട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അതെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് സ്റ്റേഷനിൽ പോകാനുള്ളതിലേക്ക് ഇരിക്കുവാണ്. അപ്പൊ ഞാനും ആകെ കുറച്ചൊന്ന് പറയുന്നത് എന്താ സംഭവിക്കണെന്ന് മനസ്സിലാവാണ്ട്. അപ്പോ രാവിലെ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുമ്പോ കാണുന്നത് തലേ ദിവസം കണ്ട അതേ ചേട്ടന്മാര് സെയിം ഡ്രസ്സ് പോലും മാറാതെ ഇവരെന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഈശ്വര ഇവരിന് വല്ല വൈരാഗ്യം വീട്ടാൻ വരുവാണോ, ഇതെന്താ വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വരുവാണോ. ഞാൻ വേഗം തന്നെ അമ്മ വേഗം വാ, ഇതേ അവര് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ വന്നപ്പോ ഇവര് ഞങ്ങള് കേസ് കൊടുക്കാൻ പോണെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് മാപ്പ് പറയാൻ വന്നേക്കാണ്. അപ്പൊ ഈ മണ്ടന്മാര് കാണിച്ചൊരു അബദ്ധം എന്താന്ന് വെച്ചാ നമ്പർ എഴുതി തന്നത് അവരുടെ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ അവരുടെ കാർഡിലാണ് ഇത് എഴുതി തന്നത്. അപ്പൊ ഇവരുടെ സകല ഡീറ്റെയിൽസും നമുക്ക് കിട്ടി. പിന്നെ ആരാന്ന് എന്താന്നുള്ളത് എല്ലാം കിട്ടി. പിന്നെ വന്ന് കൈയും കാലൊക്കെ പിടിച്ച് കുറെ മാപ്പൊക്കെ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാപ്പ് കൊടുത്ത് അങ്ങനെ വിട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആള് ഭയങ്കര ഇപ്പൊ 40,000 രൂപ കൈ കിട്ടി. ഓക്കെ, അപ്പൊ ഇത്തിരി വെള്ളം കുടിച്ചാലോ? കുഞ്ഞിരാമൻ ഇവിടെ ഉണ്ട്. താങ്കളുടെ അപ്പു പോലെ ഞങ്ങൾക്ക് കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ഞങ്ങളുടെ കണ്ണുകളാണ്. അത് ശരി. കുഞ്ഞിരാമ നല്ല ശുദ്ധമായ വെള്ളമാ, കുടിക്കാലോ അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആദ്യം കുടിച്ചു കാണിക്കാം. ഓക്കെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ? ആരെങ്കിലും കുടിക്കാൻ വെള്ളം തന്നെ ആരെങ്കിലും കുടിപ്പിച്ചു നോക്കൂ? അങ്ങനെയാണോ? ഇല്ല.
കുഞ്ഞിരാമ വേഗം വീട്ടിൽ ഇവനെ വീട്ടിൽ കൊണ്ടുപോയാലുണ്ടല്ലോ ആ പോത്തിന് വെള്ളം പുല്ല് കൊണ്ടുകൊടുക്കാനും കൊടുക്കാനായിട്ട് വെള്ളം കൊണ്ടുകൊടുക്കാൻ അവൻ നോക്കിക്കോളും പോത്തിന്റെ കാര്യം. പിന്നെ കൊടുക്കുന്നുണ്ടോ? പോത്തും കുഞ്ഞിരാമനോട് അങ്ങ് ലോക്യവും. കുഞ്ഞിരാമൻ വേഴ്സസ് അപ്പു. എനിക്ക് ചേർത്തലേക്ക് തന്നുവിടാൻ സാറിന് പിന്നെ ഉദ്ദേശമുണ്ടോ? വേണേ മീനൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കായിരുന്നു. അത് ശരിയാണ്. അപ്പൊ അതാകുമ്പോ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 50,000. ഓ കുട്ടേട്ടാ, ലെവൽ 2. മോണിറ്റർ. അഷ്ടദിക്കുകൾ എന്നാൽ എത്ര ദിക്കുകളാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 2, ഓപ്ഷൻ ഇ 10. അഷ്ടദിക് പാലകന്മാർ എന്നൊക്കെ പറയും. 50,000 രൂപയുടെ ചോദ്യമാണ്. 1,00,000 രൂപ. അഷ്ടം കൊണ്ട് നഷ്ടം ഉണ്ടാവല്ലേ? ആ കേട്ടിട്ടുണ്ട്. ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. പിടിവള്ളിയുണ്ട്, ഇഷ്ടം പോലെ പിടിവള്ളിയുണ്ട്. പിടിവെള്ള എടുക്കാം. ആരുടെ? അവരുടെ നമ്മുടെ IT കാരനെ വീട്ടിലാക്കിയോ? അവിടെ നിന്നൊരു നിലവിളി കേട്ടല്ലോ. എന്താ പറ്റിയത്? എനിക്ക് വിശക്കണു. അതോ? അഷ്ടദിക്കുകൾ എന്നാൽ എത്ര ദിക്കുകളുണ്ട്? 8 ദിക്കാണോ? ആ 8 ദിക്കെന്ന് പറയുന്നു. എടുക്കണോ? എടുക്കാം. അമ്മയ്ക്ക് വിശ്വാസമാണോ അത്? അമ്മ ഒന്നും ആറെന്നാ തോന്നണേ. കുഴപ്പത്തിലാക്കി. ഓക്കെ, അതെടുക്കുന്നോ? ഓപ്ഷൻ ബി എടുത്തോ അഞ്ജന? 8. ഓപ്ഷൻ ബി 8. അയ്യോ സാറെന്തെങ്ങനെ ചിരിക്കുന്ന? ഞാൻ പൂട്ടിയിട്ട് ഞാൻ ഓർത്തത് നിങ്ങൾ കുടുംബത്തോടെ എന്ന് സംഭവം കുളം കലക്കിയല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. സാറ് പൂട്ടിയാ? ഞാൻ പൂട്ടി. ഇനിയിപ്പോ രക്ഷയില്ല. ചേച്ചിയുടെ മുഖത്തോടെ നോക്കി. ഇപ്പൊ ചേച്ചി വഴിയാധാരമാക്കി കളഞ്ഞു. നേരത്തെ കണ്ടൊരു കോൺഫിഡൻസ് കാണുന്നില്ല. ഇല്ല, ഇപ്പൊ കാണുന്നില്ല അല്ലേ? ചേച്ചി പൊതുവെ എങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ കോൺഫിഡന്റ് ആണോ? 8 ദിക്ക്. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അതാ ദേഷ്യം. ഒരു തവണ പറഞ്ഞു, അത് നമ്മൾ പൂട്ടി, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓമന്റെ പേരെന്താ? അഞ്ജു. അഞ്ജു. അഞ്ജു അല്ലേ? അതെ. അഞ്ജന എവിടെ വരെ പഠിച്ചു? അത് പറഞ്ഞില്ലല്ലോ. ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായതിനു ശേഷം പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി. ഡിഗ്രി ഏതിലായിരുന്നു മെയിൻ? ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് പഠിച്ചതിന് ശേഷമാണോ മീൻ കച്ചവടത്തിനൊക്കെ പോയത്? അതെ അതെ. ഓക്കെ. അത് കഴിഞ്ഞു ഇപ്പൊ ഫിസിക്കൽ ഡിഗ്രി അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജ്. ഗവൺമെന്റ് കോളേജ്. അത് കഴിഞ്ഞ് ഇപ്പൊ 1 വർഷം ഗ്യാപ്പ് എടുത്തു. ഇപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ PG PG അല്ല, അതും ഡിഗ്രി തന്നെയാണ്. ഡിഗ്രി തന്നെയല്ലേ? അപ്പൊ രണ്ടാമത്തെ ഡിഗ്രിയാ? അതെ അതെ. അപ്പൊ ഇനി PG എപ്പോ ചെയ്യും? PG ഇത് കഴിഞ്ഞിട്ട് പതുക്കെ ചെയ്യാം. ഓക്കെ. അതിനിടെ കല്യാണം കഴിക്കുവോ? ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. എന്താ ഒരിക്കലും ഇല്ലയോ? അല്ല, ഒരിക്കലും ഇല്ല. അതിനിടയിൽ ഉണ്ടാവില്ല അല്ലേ അമ്മേ? അതെന്താ കാര്യം? അമ്മയാണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? ഇപ്പൊ ആലോചനകൾ അമ്മ ഇതിനെയൊന്നും പച്ചവെള്ളത്തിൽ വിശ്വസിക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയും. അത് ഇതുപോലെ പല നമ്പർ ഇടും. ഏതെങ്കിലും ഒരുത്തോട് പറഞ്ഞ ഒത്തുരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാറേ കുടുംബം കളിക്കുന്നോ? എനിക്ക് ഇതിനകത്തൊക്കെ ചില ഇൻസൈറ്റുകളുണ്ട്. ഓക്കെ. ഓപ്ഷൻ ബി പ്രാർത്ഥിച്ചോളൂ. ഒരു ഷോക്കിന് പ്രിപ്പയർഡ് ആയിക്കോളൂ. മനസ്സിൽ പരാജയത്തിന്റെ ചിറകടിക്കുന്നുണ്ടോ? പരാജയപ്പെട്ടാലും ധൈര്യമായിട്ട് പോവും. തീർച്ചയായിട്ടും. നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. നമുക്ക് വേദിയല്ലേ ഏറ്റവും വലുത്. അഷ്ടദിക്ക് മാത്രമേ ഉള്ളൂ നഷ്ടപ്പെടാൻ. അതെ, അഷ്ടദിക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു നഷ്ടപ്പെടലിന് തയ്യാറായിക്കോളൂ. താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ശരിയാണ്. ഉത്തരം ശരിയാണ്. ചേച്ചിക്ക് അത്യാവശ്യം വിവരങ്ങളുണ്ട്. ഓക്കെ, അത് രസമായി. അഷ്ടദിക് പാലകന്മാരുടെ പേരൊക്കെ പാട്ടൊക്കെ ഇല്ലേ? അപ്പൊ ഉത്തരം ശരിയാണ്. അപ്പൊ 1,00,000 രൂപ കയ്യിൽ കിട്ടി. പോത്തെ, മീൻകാരി എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് കളിയാക്കുമായിരുന്നു. ചായക്കടക്കാരി ഇതെല്ലാം വിളിച്ച് കളിയാക്കുമായിരുന്നു. താങ്കൾ ഈ മീൻ കച്ചവടത്തിന് ഇറങ്ങി ഇപ്പൊ കോവിഡിന്റെ ഏറ്റവും പുഷ്കര സമയമാണ്. കാര്യം ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നമ്മുടെ വീട്ടുകാരെ ബാധിക്കുന്നു വന്നാൽ, മനുഷ്യനെ തിരിച്ചറിയാത്തവനാ മലയാളി എന്ന് ചില ആൾക്കാർ തെളിയിച്ചു. ആ സമയത്താണ് താങ്കൾ ഈ മീൻകൊട്ടയായിട്ട് ഇറങ്ങിയത് അല്ലേ? ചിലപ്പോ താങ്കളുടെ മീൻ വാങ്ങിച്ച ഹെൽമെറ്റ് വെച്ചിട്ടായിരിക്കും അവര്. ഹെൽമെറ്റ് തിരിച്ചു വയ്ക്കും. കാരണം ഈ കോവിഡ് ഏത് വഴിയാ കയറുന്നെന്ന് അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതിൽ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ പറ്റത്തില്ല. അല്ല, ഈ തനിക്ക് കോവിഡിനെ പേടിയില്ലായിരുന്നു? കോവിഡിനെ പേടി
തുടക്കം ഇങ്ങനെ ആദ്യം നമുക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലല്ലോ. ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ടപ്പോ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പൊരുതണം എന്നുള്ളൊരു ഇത്. ഏറ്റവും വിഷമമുള്ളത് എപ്പോഴായിരുന്നു മീൻ വിൽക്കാനായിട്ട് ഇറങ്ങി? അതായത് ഈ ഡെലിവറി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അതിപ്പോ ഞാൻ ഈ സ്വിഗ്ഗിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നല്ല മഴയുള്ള സമയത്തും നല്ല വെയിലുള്ള സമയത്തും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഭയങ്കരമായിട്ടും. അത് പ്രത്യേകിച്ച് എന്റെ കയ്യിലിരിക്കണ മീനല്ലേ, അപ്പൊ അത് സംഭവം മീൻ ചീത്തയാവാൻ പാടില്ല. പിന്നെ ആളുകൾക്ക് ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിരിക്കും വിളിച്ച് പറയുന്നത്. അപ്പോ ചിലപ്പോ 12 മണിക്ക് പറഞ്ഞാൽ 10 മിനിറ്റ്. മീൻ കൊടുത്തിട്ട് ചെല്ലാൻ താമസിച്ചോണ്ട് മുട്ട പൊരിച്ച് ചോറ് തിന്നേണ്ടി വന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച ആൾക്കാരുണ്ട്. ഒരു ദിവസം മീനില്ലാതെ താമസിച്ചോണ്ട് മുട്ട പൊരിച്ച് ചോറ്. അപ്പൊ ഞാൻ ആ സമയത്ത് കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. അന്ന് വിഷമിച്ചിട്ടുണ്ട്. നല്ല ഉടുപ്പുകളില്ല, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയം. നല്ല ഉടുപ്പുകളില്ലാന്നല്ല, എനിക്ക് എന്റെ ഉടുപ്പുകളൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് കാണുന്നവർക്ക് അത്ര അല്ലായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങള് ഓണത്തിനാണ് ഞങ്ങൾ എപ്പോഴും ഉടുപ്പുകളൊക്കെ എടുക്കുന്നത്. അങ്ങനെ അവരെന്ന് പറഞ്ഞാൽ അവര് 4 പേരും ഭയങ്കര സപ്പോർട്ടാണ്. അതെ, അതെനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് ഉടുപ്പൊക്കെ വാങ്ങണം, കാരണം നിറയെ ആൾക്കാർ വരുന്ന, യൂണിഫോം ഒന്നും ഇല്ല. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ഇട്ടുണ്ട് പോണമല്ലോ. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെല്ലുമ്പോഴാണ് അണ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്ക് നാളെ കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ പോണം കേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇട്ട വസ്ത്രത്തിലേക്കൊന്ന് നോക്കി. അപ്പൊ എനിക്ക് ഏറ്റവും നല്ല ഉടുപ്പ് എന്നുള്ള രീതിക്ക് ഞാൻ ഇട്ടണ്ട് ചെന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അണ്ണ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അപ്പൊ ശമ്പളം കിട്ടുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞു, അതിന് വേണ്ടി ഇരിക്കുവാന്ന് പറഞ്ഞു. പണ്ട് പറഞ്ഞു അതിനെന്താ, ശമ്പളം കിട്ടാൻ വരെ നിൽക്കണ എന്തിനാ, നാളെ പോയിട്ട് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ പോയി മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്റെ ATM കാർഡും തന്ന് അവിടെയുള്ളൊരു സ്റ്റാഫിനെയും കൂട്ടി എന്നെ വിട്ടു. അങ്ങനെ എനിക്ക് ഇഷ്ടത്തിന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അന്ന് അങ്ങനെ ഒരു 3 ജോഡി ഡ്രസ്സ് എനിക്ക് അണ്ണൻ വാങ്ങി തന്നു. അത് അവര് 4 പേരും അങ്ങനെയാണ് സാറേ. അവര് പുറത്തേക്ക് പോയാലും ഞാൻ കഴിക്കാത്തൊരു രുചി, ഒരു ഭക്ഷണം, അത് അവരെവിടെ നിന്ന് എന്ത് കഴിച്ചാലും എന്ത് വാങ്ങിയാലും അതിലൊക്കെ ഒരു പങ്ക് അവരെനിക്ക് കൊണ്ട് തരും. ഞങ്ങളൊരു ഫാമിലി പോലെയാണ് അവിടെ. അത്ര ഒരു പെൺകുട്ടി നമ്മൾ വീട് വിട്ട് പുറത്തേക്ക് തൊഴിലിന് വേണ്ടി ഇറങ്ങുമ്പോൾ, തൊഴിലെന്നല്ല, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതൊക്കെ പോലെ തന്നെ ഏറ്റവും വലുത് അവളുടെ സുരക്ഷിതത്വം കൂടിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ കിട്ടിയ ഏറ്റവും, ഇപ്പൊ ഞാൻ 1 വർഷം കഴിയണു ഞാൻ അവരുടെ ഒപ്പം അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് അവിടെ കിട്ടിയ ആ ഒരു സുരക്ഷിതത്വമാണ് എന്നെ ഇത്രയും നാളും അവിടെ പിടിച്ചു നിർത്തിയത്. ഹായ് ചേട്ടന്മാരെ, നിങ്ങളുടെ കടയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. വരുന്നുണ്ട്, അത് പ്രമാണിച്ച് ഓടിക്കളയരുത്, യാത്ര ചെയ്ത് കളയരുത്. അപ്പൊ നമ്മൾ ഈ മീനുമായിട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പരിചയമുള്ള വീടുകളിലൊക്കെ ചെല്ലുമല്ലോ. അപ്പൊ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് മീനുമായിട്ട് വരുന്നത്. അവര് പ്രത്യേകിച്ച് കോവിഡ് കാലവും. അപ്പൊ ഈ പരിചയക്കാരുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ടോ? പരിചയക്കാരെ ഞാൻ ഈ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ പോകുന്ന ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പോ ചന്ദ്രൻ മായ എന്ന് ഞങ്ങളൊരു ടീമുണ്ട്. ഞാനും എന്റെ ചേട്ടായി മണിക്കൂട്ടും ഞങ്ങൾ 2 പേരും കൂടെ പോകുന്നത്. അപ്പൊ അതുപോലെ ഞങ്ങൾ പോയി പഠിപ്പിച്ച ഒരു കുട്ടിയുടെ വീട്ടിൽ എനിക്ക് ഒരു ദിവസം മീനും കൊണ്ട് ചെല്ലേണ്ടി വന്നു. അതൊരു അനുഭവമായിരുന്നു. കാരണം അവരെന്നെ പ്രതീക്ഷിച്ചില്ല അവിടെ. കാരണം അവര് മീനും കൊണ്ട് ഒരാള് വരുന്നത്, അവര് മീൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അവരുടെ വീട്ടിലേക്കുള്ള മീനും കൊണ്ട് ചെല്ലുന്നത് ഞാനാണ്. അപ്പൊ എന്നെ ടീച്ചറെയെന്ന് അല്ലെങ്കിൽ ചേച്ചിയെന്നൊക്കെ സ്നേഹത്തോടെ വിളിച്ച് ആ ഒരു പൊസിഷനിൽ കണ്ട് അവരുടെ വീട്ടിലേക്കാണ് ഞാൻ മീനും കൊണ്ട് ചെല്ലുന്നത്. അപ്പൊ ആദ്യമേ എന്നോട് ചോദിച്ചത്, അയ്യോ അഞ്ജന എന്താ ഇവിടെ, ഇതെന്നാ പറ്റിയെന്നാ ചോദിച്ചത്. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല. അന്ന് ഞാൻ ഇത്രയൊക്കെ ഒരു ഇതല്ലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് ഞാൻ അവിടെ ബില്ലിങ്ങിന് നിൽക്കുന്ന ഷോപ്പിലെ അവിടെ ആളില്ലായിരുന്നു, അപ്പൊ തിരക്കായതുകൊണ്ട് ഞാൻ മീനും കൊണ്ട് വന്നതാ എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന വീടായത് കൊണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടായതുകൊണ്ട് വന്നതാന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ എനിക്കത് ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്തു, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ മതിയായിരുന്നു, കള്ളത്തനം പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കള്ളം വരേണ്ടി വന്നിട്ടില്ല. കാരണം ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്തതല്ലേ? ആദ്യം ഈ ഫിഷിന്റെ ഡെലിവറിയിലേക്ക് ഞാൻ യാദൃശ്ചികമായിട്ട് എത്തപ്പെട്ടതാണ്. പക്ഷെ അതിന് എനിക്ക് ഈ വെയിലും മഴയൊക്കെ ഉള്ള ഒരു സമയത്തൊരു ബുദ്ധിമുട്ടും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതില് ഓക്കെ ആയിരുന്നു. ഈ മീൻ കച്ചവടത്തിന് പോയി ജീവിതം കളയാണ് എന്നൊക്കെ നാട്ടുകാരെ വിളിച്ചോ? മീൻ അവരാരും സഹായിച്ചില്ല. നമ്മൾ ആരുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. മീൻ കച്ചവടത്തിന് പോയി ജീവിതം കളഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോ ടീ ഷോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് കല്യാണം കഴിക്കേണ്ട പെണ്ണല്ലേ?
ഉത്കണ്ഠപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അതെ അതെ ചായക്കടയിൽ നമ്മുടെ നാട്ടിൽ ആശങ്കയ്ക്ക് ഒരു കുറവുമില്ല. ചായക്കടയിൽ പോയി ജീവിതം കളയുന്നു പറയുന്നവരുണ്ട്. അത് ഞാൻ എന്റെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് രാത്രി 10:30-11 മണിയാകുമ്പോഴാണ് ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. ഇപ്പൊ ഈ മീൻ കൊണ്ട് വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് നമ്മളെ സ്വീകരിച്ചിരുത്തി മീൻ വാങ്ങിച്ചവരുണ്ടോ? ഗേറ്റ് തുറന്ന് കൊറോണയൊന്നും പേടിക്കാതെ അങ്ങനെയുള്ള ഇത് കുറവാണ്. പക്ഷെ എങ്കിലും തീർച്ചയായിട്ടും, കാരണം ഈ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് 10 രൂപ 50 രൂപയൊക്കെ ടിപ്പ് തരും. അപ്പൊ അതൊക്കെ നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു, ഇങ്ങനെ ടിപ്പ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ചെല്ലുന്ന ഒരു പെൺകുട്ടിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു കൗതുകമാണ്. ചിലവർ അന്വേഷിക്കും ഇതെന്താ ഇങ്ങനെ വരുന്നത്, പഠിക്കുന്നില്ലേ എന്നൊക്കെ തിരക്കും. ചിലവർ അന്വേഷിക്കലില്ല. ചിലവരിങ്ങനെ നമ്മളെ സ്നേഹത്തോടെ ശകാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. മീനും കൊണ്ട് നടന്ന് ജീവിതം കളയാണോ, നിന്റെ പ്രായത്തിലുള്ള ഒരു മോളെ എനിക്കുള്ളൂ, ഇതെന്താ ഇങ്ങനെ നടക്കണേന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് ഒരു 20 രൂപ കയ്യിലെടുത്ത് വെച്ച് തരും ടിപ്പായിട്ട്. അപ്പൊ അങ്ങനെ കിട്ടി. പിന്നെ ചില ഞങ്ങൾക്ക് അവിടെ ഇതുപോലെ ഒരു ചേച്ചിയുണ്ട് മെഹന്തിയിലെ. അപ്പോൾ അവരിങ്ങനെ ബാലൻസ് എത്ര പൈസ ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ പൈസ ഒന്നും വാങ്ങില്ല. ചിലപ്പോൾ 100 രൂപ ഉണ്ടാവും, 150 രൂപ ഉണ്ടാവും. ആ പൈസ എന്നോട് അങ്ങനെ വെച്ചോളാൻ പറയും. അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു അർഹതയില്ലാത്ത എന്തോ എന്റെ കയ്യിലിരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കില്ല. അപ്പൊ 1-2 വട്ടം ഞാനിങ്ങനെ ഷോപ്പിൽ വന്നിട്ട് ആ പൈസ തിരിച്ച് ഗൂഗിൾ പേയിൽ അവർക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ അവര് സ്നേഹത്തോടെ തരുന്നതല്ല, അതങ്ങനെ മോശമാണെന്നുള്ളൊരു ഇതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വിചിത്രമായിട്ടുള്ള പല തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ ഈ ഒരു കാലയളവിൽ നമ്മൾ കണ്ടുമുട്ടി. പൊതുവേ ഒരു മീൻ കച്ചവടത്തിൽ ഇറങ്ങി നമ്മൾ വിജയിക്കുമെന്ന് മനസ്സിലായി. അതെ അതെ, മീൻ കച്ചവടം എന്നല്ല സാറേ, നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളൊരു ആത്മധൈര്യത്തോടുകൂടെ നമുക്ക് നേടണം അല്ലെങ്കിൽ നമുക്ക് വിജയിക്കണം, മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മീൻ കച്ചവടം എന്നല്ല, ഏത് തൊഴിലും മഹത്വമുള്ളതാണ്. 30 ദിവസവും ഇപ്പോഴും 30 ദിവസം ഞങ്ങൾക്ക് സൺഡേ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നുമില്ല, ഹോളിഡേ ഒന്നുമില്ല. ഞങ്ങളുടെ ഹോളിഡേ, ഉത്സവം, വിഷു ആഘോഷം, ക്രിസ്മസ് എല്ലാം ഞങ്ങളുടെ ഷോപ്പിലാണ്. അപ്പൊ ഞങ്ങള് 30 ദിവസവും അവിടെ ഉണ്ടാവും, വർക്ക് ചെയ്യും. ജീവിച്ചുള്ള പൈസ കിട്ടുന്നുണ്ടോ കടയിൽ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സന്തുഷ്ടയാണ്. എനിക്ക് അത് മാത്രമല്ല, ഇപ്പൊ വീണ്ടും നമ്മുടെ വേദികളൊക്കെ ഉണർന്നു തുടങ്ങി. സ്റ്റേജ് പ്രോഗ്രാമുകള്, പാട്ടൊക്കെ പാടാനുള്ള ഒരു ഇതൊക്കെയായി. അപ്പൊ അവരെനിക്ക് അതിന് സപ്പോർട്ടാ. കാരണം പ്രോഗ്രാം ഒക്കെ വന്നാൽ അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഇല്ല. എനിക്കിപ്പോ രാവിലെ വന്ന് അവിടുത്തെ ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി അവര് നോക്കിക്കോളൂ. എന്നെ പ്രോഗ്രാം വരുന്ന ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും ചന്ദ്രൂര് മായയുടെ ഓഫീസിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട്. എല്ലാ ഞായറാഴ്ച ഉച്ചക്ക് 2 മണി തൊട്ടുണ്ട്. അതിനും വിടും എന്നെ. ഇവിടത്തെ ജോലി ഞാൻ കൂട്ടപ്പാട്ടൊക്കെ ഉണ്ട്. അത് ഞങ്ങള് കട അടക്കുന്നതിന് മുന്നേ ഉണ്ടാവും, ചിലപ്പോ ആള് തിരക്കില്ലാത്ത സമയങ്ങളിൽ ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും. 60,000 രൂപയുടെ ചോദ്യം, 60,000 മോണിറ്റർ. കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി മണിപ്പൂർ, ഓപ്ഷൻ ഡി തമിഴ്നാട്. കാഞ്ചീപുരം തമിഴ്നാട്. കൂട്ടാമോ? പോയിട്ടുണ്ട് ഒരിക്കൽ എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാഞ്ചീപുരം പെട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങള്. കൂട്ടാമോ? കൂട്ടാം. ഓപ്ഷൻ ഇ തമിഴ്നാട് പൂട്ടിയിരിക്കുന്നു. ദാ അടക്കുന്നു. ഇല്ല, വെട്ടുന്ന പോത്തിനോട് വേദം ഓതാൻ പോകരുതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൂനോട് ഞാനത് തന്നെ പറയും. ഓപ്ഷൻ ഇ തമിഴ്നാട്. ഞങ്ങള് ഒരു തവണ പഴനിക്ക് പോയ വഴിയൊക്കെ എന്തോ കറങ്ങിപ്പോയത് പോലെ ഒരു ഓർമ്മ. കാഞ്ചീപുരത്ത് പോയോ? പക്ഷെ കാഞ്ചീപുരം പെട്ടെന്ന് അത് വേറെ ഏതാണ്ട് സ്ഥലത്തല്ലേ, സിനിമയിൽ കാണിച്ചോലെ ഗൾഫിൽ ചെന്നിറങ്ങിയതാ മോഹൻലാലും. ഇനി ഒരു പിടിവള്ളി മാത്രം ഉണ്ടായിരുന്നു, അത് വേണേ എടുത്ത് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ആ വഴി നോക്കിയില്ല. കുഴപ്പമില്ല. ഇപ്പൊ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? അറിയില്ല. ജയിച്ചാൽ 60,000 രൂപ, പരാജയപ്പെട്ടാൽ 5,000 രൂപ കിട്ടും. ഓത്തിനുള്ള വീണ്ടും ഒരു 2 ചാക്ക് പുഷ്ടി എടുക്കാം. അങ്ങോട്ട് പോവാൻ പെട്രോൾ അടിക്കാനുള്ള പൈസയായി. പിന്നെ പോത്തിന്റെ കാര്യം നോക്കാം. 2 ചാക്ക് പുഷ്ടിയും കിട്ടും. 2 ചാക്ക് പുഷ്ടി കിട്ടും. പുഷ്ടി അല്ലേ? ഓക്കെ. പക്ഷെ ഇവിടെ എനിക്ക് പുഷ്ടി പെടത്തില്ലല്ലോ, അതല്ലേ പ്രശ്നം. ഓപ്ഷൻ ഇ തമിഴ്നാട്. പിടിവള്ളി എടുക്കാമായിരുന്നല്ലേ കുട്ടി, കൊണ്ട് കളഞ്ഞു. ഉത്തരം തെറ്റാണെന്ന് തോന്നുന്നില്ല. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഇ തമിഴ്നാട്. കാഞ്ചീപുരം പട്ടിന് പ്രസിദ്ധമായ കാഞ്ചീപുരം. കല്യാണത്തിന് കാഞ്ചീപുരം പട്ട് വാങ്ങിച്ചായിരുന്നോ? പട്ടുസാരി ആയിരുന്നോ? കാഞ്ചീപുരം ആണെന്ന് അറിയത്തില്ല. ഓക്കെ. അപ്പൊ അമ്മ എന്തോ പറഞ്ഞപ്പോ
അപ്പൊ 60,000 രൂപ ബോസ്, കൈ കിട്ടി. കുട്ടേട്ടാ, അഞ്ജന. എന്തോ അഞ്ജനയ്ക്ക് ഒരു പാദസരം കളഞ്ഞു കിട്ടി. പത്രത്തിൽ ന്യൂസ് വരാൻ വേണ്ടി അത് പോലീസിൽ ഏൽപ്പിക്കാൻ ചെന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പാദസരം കളഞ്ഞു കിട്ടി. കിട്ടി. ആ, അത് +1 പഠിക്കുന്ന സമയത്തായിരുന്നു. നമ്മുടെ യാത്രക്കിടയിലാണോ? ആ യാത്രക്കിടയിലല്ല, അല്ല. +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും ഇല്ല. ഇല്ല. അപ്പൊ പ്രൈവറ്റ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണോ ഇത് കൊണ്ടായത്? ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് കടയിലേക്ക് കയറിയത്. ഇത് നമ്മുടെ നാടൻ പാട്ട് പൊളിയാൻ തുടങ്ങി. അതെ അതെ, വേദികൾ ഇല്ലാതായപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ കോവിഡ് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണെന്ന് അറിയില്ല, ദൈവം സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല, ഇനിയിപ്പോ വരത്തില്ല എന്ന് വിശ്വസിക്കാം. അപ്പോ പ്രൈവറ്റ് ഞങ്ങൾ ഇങ്ങനെ സ്കൂൾ കുട്ടികളെ ഈ പ്രൈവറ്റ് ബസ്സുകാർ ആ സമയത്ത് കേട്ടില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. കുറേശ്ശെ പേരൊക്കെ കേട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നിന്ന് എന്തോ ലാസ്റ്റ് ബസ്സിനാണ് അവിടെ നിന്ന് പോകുന്നത് സ്കൂളിൽ നിന്ന്. അപ്പൊ പോകുന്ന വഴി എൻ്റെ ഒരു കൂട്ടുകാരത്തിക്കാണ് കിട്ടുന്നത്. ബസ്സിൽ കിടന്നിട്ട് ഒരു സ്വർണത്തിന്റെ കൊലുസ് കിട്ടി. ഇവളത് ഉടനെ എടുത്ത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തു, ഇവിടെ വന്ന ആരുടെയാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഈ പത്രത്തിലൊക്കെ കാണുന്നുണ്ട്, പൈസ കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുന്നു, പിന്നെ പത്രത്തിൽ പണം വരുന്നു, അവരെ അനുമോദിക്കുന്നു, കൈയടിക്കുന്നു ജനം, അങ്ങനത്തെ ഇതൊക്കെ. ഒരു നിമിഷം കൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോ ഞാനിവരോട് പറഞ്ഞു, ഇത് നമ്മൾ കണ്ടക്ടർക്ക് കൊടുത്തിട്ട് പോയാൽ അത് ആ നഷ്ടപ്പെട്ട ആൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ, നഷ്ടപ്പെട്ടത് ആർക്കാണോ അവരെ തന്നെ ഏൽപ്പിക്കണം. നീ ആ സാധനം തിരിച്ചു മേടിക്കുക, അടുത്ത സ്റ്റോപ്പിൽ പോലീസ് സ്റ്റേഷനാ, നമുക്ക് അവിടെ കൊണ്ട് ഏൽപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അത് ചോദിച്ചു. കണ്ടക്ടർക്ക് തരാൻ തീരെ മനസ്സുണ്ടായില്ല, താല്പര്യമില്ല, തരില്ല, ആൾക്ക് കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് സാധനം വേണം, ഞങ്ങൾക്ക് ഇന്നലെ സ്റ്റേഷനിൽ പോകാനാ, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 3 പേര് അവിടെ നിന്ന് ഈ കൊലുസ് വാങ്ങിയിട്ട് ഇറങ്ങി. അപ്പൊ ബസ്സിൽ ഇങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ നമുക്കത് സ്വർണ്ണ കൊലുസാണ്. ഇറങ്ങി വെട്ടത്തേക്ക് വന്ന് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് നടക്കും വഴി ഒന്നുകൂടെ നോക്കിയപ്പോ ഇടയ്ക്ക് ഇങ്ങനെ കളറൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ നോക്കി, കിട്ടിയ കല്ലിലൊക്കെ ഉരച്ചു നോക്കിയപ്പോ സംഭവം മുക്കുകൊണ്ടായിരുന്നു. ബസ്സും പോയി, ഞങ്ങൾക്ക് ആ ബസ്സും കിട്ടിയില്ല, ലാസ്റ്റ് ബസ്സായിരുന്നു. വണ്ടിയും പബ്ലിസിറ്റിയും പോയി, പത്രത്തിലും വന്നില്ല, ആകെ നാണക്കേടുമായി, കൂട്ടുകാരും വഴക്കായി, വണ്ടിയും പോയി. അവസാനം ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥയായി. അതിന്റെ കാശും ചെലവായി. ഒരു സത്യസന്ധത കണ്ടക്ടർ മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട്, നല്ല ശാപം കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപയുടെ ചോദ്യം, 70,000. ചോദ്യങ്ങൾ വളരെ എളുപ്പമാകും, ഉത്തരം ലേശം പാടാകും. ഓക്കെ സർ. മോണിറ്റർ. ഇനി പറയുന്നവരിൽ ആരുടെ ആദ്യ ചിത്രമായിരുന്നു സെക്കൻഡ് ഷോ? ഓപ്ഷൻ എ പ്രണവ് മോഹൻലാൽ, ഓപ്ഷൻ ബി ദുൽഖർ സൽമാൻ, ഓപ്ഷൻ സി പൃഥ്വിരാജ്, ഓപ്ഷൻ ഡി ജയസൂര്യ, ഓപ്ഷൻ ഇ ആസിഫ് അലി. ഓപ്ഷൻ ബി ദുൽഖർ സൽമാൻ. എന്തോ പെട്ടെന്ന് ഒരു ആവേശം വന്നത്? അതെനിക്ക് ദുൽഖർ സൽമാൻ ഫാനാണോ? എല്ലാവരും ഇഷ്ടമാണ്. ഇത് കണ്ടിട്ടുണ്ട്, ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് സെക്കൻഡ് ഷോ എന്ന് എങ്ങനെ മനസ്സിലായി? എവിടെയോ കേട്ട് മറന്നൊരു ഓർമ്മയുണ്ട്. പൂട്ടാം. എങ്കിൽ ആ കേൾവി ശരിയായില്ല എന്ന് താങ്കൾ അറിയാൻ പോകുന്നു. ഞാൻ പൂട്ടി, എനിക്കതെല്ലാം ചെയ്യാൻ പറ്റും. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, എന്റെ ഉള്ളിൽ നിന്നൊരു ത്വരയുണ്ടായിരുന്നു, പറയുന്ന പോലെ. പക്ഷെ അവതാരകനായി പോയി. ആസിഫ് അലിയുടെ ആദ്യ ചിത്രം ഏതായിരുന്നു? പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രം ഏതായിരുന്നു? ഇല്ല, ഇത് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്, വേറൊന്നും അങ്ങനെ ഞാൻ കേട്ടില്ല. പൃഥ്വിരാജിന്റെ ആദ്യ ചിത്രം ഏതായിരുന്നു? ജയസൂര്യയുടെ ആദ്യ ചിത്രം ഏതായിരുന്നു? ഞാൻ സിനിമ കാണല് വളരെ ഉണ്ടായിരുന്നു. എനിക്ക് സിനിമ കാണാൻ സമയം കിട്ടാറില്ല എന്ന് പറയരുത്. എവിടെയോ കേട്ടെന്ന് പറഞ്ഞ് ദുൽഖർ സൽമാന്റെ പേരിൽ ആരോപണം നടത്തി. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാ അതിന്റെ ബലം ഇപ്പൊ അനുഭവിക്കും കേട്ടോ. നല്ല ഐശ്വര്യമായിട്ട് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു അമ്മേ. എന്താ ചെയ്താ? ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദുൽഖർ സൽമാന്റെ ആദ്യ ചിത്രമായിരുന്നു സെക്കൻഡ്. ഇപ്പൊ വലിയ ഹിറ്റ് അല്ലേ താങ്കള്? അതെ. അഞ്ജന വൈറലായി. ആശുപത്രി പോണ്ടി വന്നോ? വൈറലായി. അതിനുശേഷം ആക്സിഡന്റ് സംഭവിച്ചു, ആശുപത്രിയിലായി. ആക്സിഡന്റ് എന്തായിരുന്നു? ആക്സിഡന്റ് ഞാനിതുപോലെ ഈ ഫിഷിന്റെ ഡെലിവറിക്ക് പോകുന്ന വഴി ഒരു കാറ് വന്ന് ഇടിക്കുമായിരുന്നു. ഇത്തിരി പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. പണ്ടത്തെ 2 ചെറുപ്പക്കാരാണോ വണ്ടി ഓടിച്ചിരുന്നത്? അല്ല, ഇത് നല്ല അവർക്ക് ഇത്രയും പ്രായമാവേണ്ട ഒരു സമയം ആയിട്ടില്ല. ഇത് നല്ല പ്രായമുള്ള ആളാണ്. തലയിൽ ഒരൊറ്റ കറുത്ത മുടി പോലും ഇല്ല, അത്രയും പ്രായമുള്ള. അതുകൊണ്ട് കാര്യമില്ല, എന്റെ തലയിൽ നോക്കി
വെളുത്ത മുടി ഏതെങ്കിലും ഉണ്ടോ? വെളുത്ത മുടി ഒന്നും ഇല്ല. ഇല്ല. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഈ നാട്ടിൽ പെയിന്റ് കിട്ടും. പക്ഷെ ഇത് പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല. അല്ലല്ലേ? ഞാൻ നേരെ പോകുന്നു, റോഡ് ക്രോസ് ചെയ്ത ആള് വരുമായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചില്ല. ഞാനല്ല, അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഞാൻ വണ്ടി ഹോൺ അടിച്ചിട്ട് ഇദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അവസാനം എന്റെ നേർക്ക് വരുന്ന കണ്ടിട്ട്, പ്രായം കൊണ്ടായിരിക്കാം, ഞാൻ വണ്ടി നിർത്തി. അദ്ദേഹത്തിന്റെ കർണപുടങ്ങളിൽ ഈ അടി കേൾക്കുന്നില്ല. വണ്ടി ഞാൻ നിർത്തി, ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി. അയ്യോ ഇടിക്കല്ലേ, വരല്ലേ പറഞ്ഞോ? പക്ഷെ അദ്ദേഹം അതും കേട്ടില്ല. ഇടിച്ചു. ആള് വന്നു, പുള്ളി ബ്രേക്കിന് വരെ വീണ്ടും ആക്സിലേറ്റർ ആണ് കൊടുത്തത്. വന്നു, വണ്ടി എന്റെ കാലിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് കേറി, വണ്ടി മറിഞ്ഞ് പകുതി കേറി തിരിച്ചിറക്കി. അപ്പൊ ആ സമയം കൊണ്ട് ആള് കൂടി. അപ്പൊ എന്റെ വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പുതുതായിട്ട് അന്ന് ഡെലിവറിക്ക് പോയ പൈസ കൂട്ടി വെച്ചൊരു ഷൂ മേടിച്ചു. ആ ഷൂ ആദ്യമേ എന്റെ കാലിൽ നിന്ന് പോയി. പിന്നെ എന്റെ വണ്ടി ഫുൾ ഒരഞ്ഞു. ഞാൻ ഒരു പോറല് പോലും പറ്റാതെ കാല് പോയത് അപ്പൊ നമുക്ക് അറിയുന്നില്ല. പിന്നെ പേടി, ഭയങ്കരമായിട്ടുള്ള പേടി. ചെമ്മീൻ പോയി, 450 രൂപയുടെ ചെമ്മീൻ എന്റെ കയ്യിലിരിക്കുന്ന. ആ കസ്റ്റമർ അവിടെ, അതൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ഊണ് കഴിക്കാനിരിക്കുക, ഞാനിവിടെ ചെമ്മീനായിട്ട് വീണ് കിടക്കാ നട റോഡില്. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചില്ല. അമ്മേനെ വിളിച്ച അമ്മ പേടിക്കുമല്ലോ. ഇങ്ങനെ ഒരു ആക്സിഡന്റ്, ഇങ്ങനെ ഒരു ആദ്യത്തെ അനുഭവമാണ്. ഞാൻ വേഗം തന്നെ ഷോപ്പിലേക്ക് വിളിച്ചു. അവരെ വിളിച്ചിട്ട് ഞാൻ കരച്ചിലായി. ഇവരോട് പറയാൻ പറ്റുന്നില്ല. വേഗം വാ എന്നാ പറയുന്നേ. എങ്ങോട്ടാ എന്താ ഒന്നും ഇവർക്ക് മനസ്സിലാവണില്ല. അങ്ങനെ ആ ആളുടെ വണ്ടിയിൽ തന്നെ, അവിടെ കൂടി നിന്ന ആള് ഈ അപ്പച്ചന്റെ വണ്ടിയിൽ തന്നെ കയറ്റിയിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പൊ പോണ വഴി ഞാൻ ചോദിക്കണ്ടേ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ, നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകണേ? ഞാനും ഈ ഇടിച്ച ആളും മാത്രമേ ഉള്ളൂ, വേറെ ആരും കൂടെ വന്നില്ല. അപ്പൊ എനിക്ക് പേടിയായി, ഇത് എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് അറിയില്ല. ആരും വന്നില്ല, അതെനിക്കറിയില്ല. ഇവര് ഈ ആളുടെ കൂടെ തന്നെ എന്നെ കയറ്റി വിട്ടു. എനിക്ക് ആ സമയത്ത് ഒന്നും എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേർത്തല ഹോസ്പിറ്റലിലേക്കാ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരെ കരഞ്ഞേണ്ട വഴി ഇവരെങ്ങനെയോ അത് കേട്ടു. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ 4 പേരും അവിടെ എത്തി. ഹോസ്പിറ്റലിലെത്തി. അപ്പൊ കാലിന് മാത്രം വേദന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് കാലിന് അസ്ഥിക്ക് പൊട്ടലുണ്ട്, ലിഗമെന്റ് ഫ്രാക്ചർ ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പിന്നീട് 1 മാസത്തോളം കിടന്നു. പിന്നെ പുറത്ത് നടക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ല എന്ന് വിചാരിച്ചു. ഇപ്പോഴും കാലിന് ബുദ്ധിമുട്ടുണ്ട്, സർജറി പറഞ്ഞേക്കുവാണ്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അപ്പുവിന്റെ അടുത്ത് പാട്ട് പാടുവോ? അപ്പുവിന്റെ അടുത്ത് പാടാം. ഏത് പാട്ടാ? അതൊന്ന് പാടി. ആദ്യമായിട്ടിരിക്കോ പോത്തിനെ പാടി ഉറക്കുന്ന ഒരാൾ. അപ്പുവിന് താരാട്ട് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ട്. ഒരു താരാട്ട് പാട്ട്. പക്ഷെ അത് നാടൻ പാട്ടാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. വാ 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 വോ വാവേ, വാ 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 വോ വാവേ, വാ 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 വോ വാവേ, വാ 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 വോ വാവേ. കൺമണിയേ നീ ഉറങ്ങ്, എൻ ചന്ദനമണിയേ, പൊന്മണിയേ നീ ഉറങ്ങ്. മാനീന് പൊട്ടഴക്, മയിലിന് പീലിയഴക്. മാനീന് പൊട്ടഴക്, മയിലിന് പീലിയഴക്. അമ്മയ്ക്ക് നീയേ അഴക്, എൻ തങ്ക കുയിലേ, മാമുണ്ട് നീയുറങ്ങ്. ഈ മാമന്ത പിണ്ണാക്കണ പുള്ളിരിയാണോ? അത് സാമ്പത്തിക സ്ഥിതി മാറുന്നതനുസരിച്ച് ഞങ്ങള് മാറി കൊടുക്കും. ഇനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 80,000. ലിസൺ ടു മീ. കിടിലം ചോദ്യമാണ്. മോണിറ്റർ. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഭാഷകൾ, ഓപ്ഷൻ ബി രാജ്യങ്ങൾ, ഓപ്ഷൻ സി വൻകരകൾ, ഓപ്ഷൻ ഡി പഞ്ചപാണ്ഡവർ, ഓപ്ഷൻ ഇ സമുദ്രങ്ങൾ. നമുക്കൊരു പിടിവള്ളിയും കൂടി ഇല്ലേ? പിടിവള്ളി എടുക്കാം. നല്ല സ്വഭാവമാണ്, എടുക്കണ്ട. കുട്ടിയേട്ടാ പിടിവള്ളി. യെസ് ബോസ്. അഞ്ജന, അവസാനത്തെ പിടിവലിയാണ്. 2 ഓപ്ഷൻസ് പറയും, അതിൽ 1 ശരി ഉത്തരം. സി വൻകരകൾ, ഇ സമുദ്രങ്ങൾ. ഓപ്ഷൻ സി വൻകരകൾ. വൻകരകൾ പൂട്ടാമോ? പൂട്ടാം. ഓപ്ഷൻ സി വൻകരകൾ ഞാൻ പൂട്ടി. ഇവിടുന്ന് ചേർത്തല പോകാൻ വണ്ടിക്കൂലി എത്ര എന്നാ പറഞ്ഞേ? വണ്ടിക്കൂലി വണ്ടിക്കാ വന്നേ. അപ്പുവിന്റെ പുഷ്ടിക്ക് എത്ര വേണ്ടത്? അവന് 1000. അയ്യോ, ഇതെല്ലാം തികയും. ഉത്തരം തെറ്റിയത് ഒരു കുഴപ്പമില്ല. പുഷ്ടിക്കും തികയും,
പഷ്ടായിട്ട് വണ്ടി കുലിക്കുന്ന കൈ. അപ്പൊ പിന്നെ ചിലപ്പോ 2 ദിവസത്തേക്കുള്ള അഷ്ടിക്കും വകയാവും. അപ്പൊ സംഭവം എല്ലാം കൂടി ഒരു പുഷ്ടിപ്പെട്ട സമയമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ഉത്തരം ശരിയാണ്. 5 ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒളിമ്പിക്. സമാധാനമല്ലേ സ്പോർട്സിലൂടെ വേണ്ടത്. അപ്പൊ എത്രയായി? 80,000 രൂപ കൈകിട്ടി. ഒരു ദിവസം നമ്മൾ വിതരണം ചെയ്ത എത്ര വീടുകൾ കിടക്കും? അത് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലം, ഇപ്പൊ പനമ്പള്ളി നഗർ കൊച്ചിയിൽ എന്ന് പറഞ്ഞ ഒരു ഏരിയ അനുസരിച്ചാണോ അതോ പല സ്ഥലത്തേക്കും പോകും? അത് ചിലപ്പോ 4 ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ 4 ദിക്കിലേക്കായിരിക്കും, 4 സ്ഥലത്തായിരിക്കും. ചിലപ്പോ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഒരേ ഏരിയയിലേക്ക് 2-3 അങ്ങനെ പോകാൻ പറ്റും. അപ്പൊ ബൾക്കായിട്ട് ഇപ്പൊ നമ്മളൊരു 8 മണിയാകുമ്പോ നമ്മൾ ഇത്ര ഫിഷ് അന്ന് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫിഷിന്റെ അപ്ഡേഷൻ നമ്മൾ ഇടും. അപ്പൊ ആ സമയത്ത് ഇത് ചീത്തയാവുന്നതിന് മുമ്പ് കൊണ്ടു കൊടുക്കൂ. ചീത്തയാവുന്നതെന്ന് വെച്ചാൽ നമ്മള് വരുന്നതനുസരിച്ച് ഇപ്പൊ ആദ്യം ഒരു ഏരിയയിലേക്കുള്ള ഒരു 5 എണ്ണം ആദ്യം വന്ന ഓർഡർ ഞാൻ കൊണ്ടുപോകും. അത് കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴത്തേക്കിനും അടുത്തത് ഫിഷ് ക്ലീൻ ചെയ്താണ് കൊടുക്കുന്നത്. ഓർഡർ ഇല്ല, വാട്സപ്പ് വഴിയാണ്. ആപ്പൊന്നും ഇല്ല, വാട്സപ്പ് വഴിയാണ് നിലവിൽ. ഇപ്പൊ നമ്മള് ഫോൺ വിളിച്ചും വാട്സപ്പ് വഴിയൊക്കെയാണ് നമുക്ക് ഓർഡർ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത്. നല്ല വേഗമുള്ള ആളാണോ? അത്യാവശ്യം. അങ്ങനെ മുഴുക്കുവോ? തീർച്ചയായിട്ടും നന്നായിട്ട് ഓടുമല്ലോ. നന്നായിട്ട് ഓടും. ഓക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായല്ലോ, ഇപ്പൊ വൈറൽ എന്നല്ലേ പറയുന്നത്. അങ്ങനെ അതിന് ശേഷം വീട്ടിലെ റേഷൻ കട്ട് ചെയ്തു. എന്ത് പറ്റി? അതെന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇപ്പൊ സാറിന് മന്ത്രി വരല്ലോ ഇടപെട്ടു. മന്ത്രിയല്ല, സുരേഷ് ഗോപി സാർ ഇടപെട്ടു. ആണോ? ഈ റേഷൻ കട്ട് ചെയ്തപ്പോഴോ? അതെ, ഇടപെടേണ്ടി വന്നു. കാരണം 6 മാസമായിട്ട് അരിയില്ല. അത് ഇപ്പോഴും, അതായത് നമ്മുടെ റേഷൻ കടയില്, ഞാൻ പേരൊന്നും പറയുന്നില്ല, പക്ഷെ ഇത് എത്ര പാട്ടിൽ ഇങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. റേഷൻ നമുക്ക് അർഹതപ്പെട്ടതിനേക്കാളും കാർഡിൽ അവര് കൃത്യമായിട്ട് പതിക്കും. പക്ഷെ അതിൽ നിന്നും 5 കിലോ 10 കിലോ അരി കുറച്ചിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിങ്ങനെ ഇത്തിരി പ്രതികരിക്കുന്ന ശീലം, ഇച്ചിരി തന്റെ ഇടം ഉള്ളത് കൊണ്ടിട്ട് ഇച്ചിരി പ്രശ്നം. പ്രതികരണക്കാരാ. നമുക്ക് അർഹതപ്പെട്ടതാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ റേഷൻ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് അത് അത്രയും സഹായമാ. ബാക്കി നമ്മള് കറി വെക്കാനുള്ള, അല്ലെങ്കിൽ ഇപ്പൊ അപ്പുണ്ട്, റേഷൻ കടയിൽ പോയാണ് വാങ്ങിക്കുന്നത്. മറ്റുള്ള ചെലവുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ ഒരിക്കലും അവരങ്ങനെ ചെയ്യരുത്. കാരണം മറ്റൊരാളുടെ നമ്മുടെ അരി കുറച്ചു, അരി ഇവരെടുത്തു. അതിനു മുന്നേ ഇങ്ങനെ 1-2 തവണ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞ് അരി എടുത്തപ്പോ അമ്മ ചോദിച്ചു, അതെന്താ ഞങ്ങൾക്ക് ഇത്രയും കിലോ അരിയുണ്ട്, കാർഡിൽ നിങ്ങൾ പതിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അമ്മ വഴക്കിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ട അരി വാങ്ങിയെടുത്തു. പിറ്റേ മാസം ചെന്നപ്പോ നമ്മുടെ കാർഡ് APL ആണ്. പെട്ടെന്ന് നമുക്കൊരു സ്ഥാനക്കയറ്റം ഉണ്ടായി. നമ്മൾ APL ആയി. നമ്മള് BPL ആയിരുന്നു, നമ്മൾ അവിടെ നിന്ന് APL ആയി. അതെ, കീഴിലായിരുന്നു. പെട്ടെന്ന് ഒരു ഉയർച്ച പെട്ടെന്നായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് അതെ അതെ പെട്ടെന്നൊരു ഉയർച്ചയായിരുന്നു. ഒരു കുട്ടേറ്റനും ഇല്ലാതെ ലെവല് പൊങ്ങി. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാനും അപ്പൊ വൈറലായി കഴിഞ്ഞാ നമ്മളെ റേഷൻ കെട്ടിയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇനി 6 മാസത്തോ ഇപ്പോഴും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പൊ അതായത് നമ്മൾ വിചാരിച്ചു ഇനി പിന്നെ ആൾക്കാർ വല്ല പൈസയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷൻ കെട്ടേണ്ട കാര്യമില്ലല്ലോ. ഒരു 4 മാസത്തോളം ഇതിന്റെ പുറകെ നടന്നു. സപ്ലൈകോ ഓഫീസിലും അങ്ങനെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പറയുന്ന ആളാണ്. പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. കാരണം എനിക്കിതിന്റെ വാസ്തവം എന്താണെന്ന് അറിയണമല്ലോ. നമ്മളൊരു സത്യാവസ്ഥ അറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. 4 മാസത്തോളം. ഇപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 4 മാസത്തോളം നമ്മൾ നമ്മുടെ അതെ അതെ ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ധാരാളമായിരിക്കും എന്ന് വിചാരിക്കണം. വൈറലാവാനുണ്ട്. 4 മാസത്തോളം നടന്നു. 4 മാസത്തോളം നമ്മൾ ഇവർ പറയുന്നതനുസരിച്ച് അപേക്ഷകളും കാര്യങ്ങളും കൊടുത്തിട്ട് ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ സഹികെട്ട് ഞാൻ സുരേഷേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞേട്ടാ, ഇന്നോലൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് റേഷൻ കിട്ടുന്നില്ല. ഇവരെന്ത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആക്കിയെന്ന് അറിയില്ല. അമ്മയായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു ഞാനൊരു 5 മിനിറ്റ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അടുത്ത കോള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ കളക്ടറെ പോയി കാണണം. ഉച്ചക്ക് 12 മണിക്ക് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നീ അവിടെ പോയി സംസാരിച്ചാൽ മതി. അവരെന്താ ആലപ്പുഴ കളക്ടറുടെ അടുത്താണ് പോയത്. അങ്ങനെ ഞങ്ങൾ ചെന്നു, ഞാനും അമ്മയും കൂടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ കളക്ടറെ കാണാനൊന്നും സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെ റേഷൻ
കാർഡിന്റെ കാര്യത്തിന് കളക്ടറെ കാണേണ്ട കാര്യമുണ്ടോ അല്ലെ? ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഇടപെട്ടാലേ റേഷൻ അതെ, കിട്ടൂ. അപ്പൊ അവര് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ സുരേഷ് ഗോപി സാർ വിളിച്ചിട്ട് MP വിളിച്ച് പറഞ്ഞിട്ടാണ്, സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ സാറിനെ കയറി കാണുന്നു. സാറ് പെട്ടെന്ന് തന്നെ പറഞ്ഞത് എന്താ സംഭവിച്ചെന്നുള്ള അന്വേഷിക്കാനായിട്ട് ഉത്തരവിടുന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഈ പലതവണ കയറി ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും ചേർത്തലയിൽ വരുന്നു. ചേർത്തല സപ്ലൈകോ ഓഫീസിൽ വരുമ്പോൾ നമ്മളുടെ വീട്, അതായത് ഞങ്ങള് സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു ഷെഡിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത വീടാണ്. അത്ര അറ്റാച്ച്മെന്റ് ആണ് എനിക്ക് ആ വീടിനോട്. അപ്പോ പതിയെ നമ്മൾ ഓരോന്നോരോന്ന് വെച്ചെടുത്തതാണ്. അപ്പൊ എനിക്കൊരു പഠനമുറി കിട്ടിയപ്പോൾ അത് നമുക്ക് താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വീടിന് മേളിലൊരു റൂമായിട്ടാണ് എടുത്തത്. അപ്പൊ ഇവര് നമ്മുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ റേഷൻ കട്ട് ചെയ്തേക്കുന്നത്. ഒരു അന്വേഷണം ഉണ്ടായില്ല, നമ്മുടെ വീട്ടിൽ അളക്കാൻ ആള് വന്നിട്ടില്ല, ഒരു ഫോൺ കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ വീട് 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ടെന്നുള്ള രേഖാമൂലം വന്നേക്കുന്നത്. ഓക്കെ, ശരി. അവർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അങ്ങനെ അവരുടെ ഓഫീസിൽ നിന്ന് ആള് വരുന്നു. ആള് വന്ന് അളന്നപ്പോ 800 സ്ക്വയർ ഫീറ്റ് പോലും നമ്മുടെ വീടില്ല. അപ്പോ പിന്നീട് ഇവരത് പ്ലാൻ തിരുത്തി വരക്കാനായിട്ട് കൊണ്ടുപോകുന്നു. തിരിച്ച് നമുക്ക് കിട്ടുന്നതും അത് കണക്കിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയിട്ടാണ് ഇവർ നമുക്ക് വരച്ചു തരുന്നത്. അപ്പോൾ അച്ഛന് എല്ലാ ജോലികളും അറിയാം, ആൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാതിനെ പറ്റി നല്ല ധാരണയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത് ഇത്ര കണക്ക്, ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇത് ശരിയല്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അടുത്ത സെക്ഷൻ ആള് വരുന്നു, അളക്കുന്നു, നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ എന്ന് അറിയുന്നു. ഇപ്പൊ ഫൈനലി നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വീണ്ടും നമ്മളെ താന്നിട്ടില്ല. ഇനി ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി നമ്മളിങ്ങനെ ഇവര് പറയുന്ന ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ശരിയാവും, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഇടപെടും. അതെ, ഇല്ലെങ്കിൽ 24 ഇപ്പൊ 6 മാസമായി നമുക്ക് അത് ശരിയാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മള് റേഷൻ മന്ത്രിയോട് പറയും കേട്ടാ. സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ഉണ്ടല്ലോ സംസ്ഥാനത്ത്, അദ്ദേഹത്തോട് നമ്മൾ പറയും. നിങ്ങൾ പക്ഷെ ഭയങ്കര ജാടയാന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യം കാശൊക്കെ ആയി, ഒരുപാട് കാശ് കിട്ടി, ജാടയായി. അക്കൗണ്ടില് 5 ലക്ഷം രൂപ എന്നൊക്കെയാണ് പറയുന്നത്. അക്കൗണ്ടിലോ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഇപ്പൊ എന്റെ അക്കൗണ്ടില് പറയുന്നില്ല, 10-12 രൂപ ബാലൻസ് ഉണ്ടാവും. 12 രൂപ ബാലൻസ് ഉണ്ടാവും. അതവിടെ കിടക്കട്ടെ. ഒരു അക്കൗണ്ടിന് നാണക്കേട് വരരുത്. അതെ, അതുകൊണ്ട് ഇവിടുന്ന് കിട്ടുമല്ലോ ഇപ്പൊ പൈസ. ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യമായി ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ചുമ്മാതാണോ? ഇനി നെക്സ്റ്റ് ലെവലാ കുട്ടേട്ടാ. ലെവൽ 3. മോണിറ്റർ പ്ലീസ്. അടുത്ത ചോദ്യം ഇതാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി പഴശ്ശിരാജ, ഓപ്ഷൻ ഡി പാലിയത്തച്ഛൻ, ഓപ്ഷൻ ഇ വേലുത്തമ്പി ദളവ. ഒരു പിടിവെള്ളിയില്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് പറയണം. ഓപ്ഷൻ സി പഴശ്ശിരാജയാണ്. എന്റെ സിനിമ ഓർമ്മയിലില്ല, പക്ഷെ ഇങ്ങനെ കേട്ടതുപോലെയൊക്കെ ഒരു. ആരാ പറഞ്ഞേ? കടയിൽ നിൽക്കുന്ന ആരെങ്കിലും ആണോ? ഇല്ല, ഞാൻ അഞ്ജന സുരേന്ദ്രൻ. ഞാൻ പൂട്ടട്ടോ? പൂട്ടാം സാർ, പൂട്ടാം. ഓപ്ഷൻ സി പഴശ്ശിരാജ പൂട്ടി. 1 ലക്ഷം രൂപയുടെ ചോദ്യമായിരുന്നു. അതിന് നിസ്സാരമായിട്ട് പറഞ്ഞു. വേറെ ഒരുപാട് രാജാക്കന്മാരുടെ പേര് അവിടെ ഉണ്ടായിരുന്നു. എന്താ ചെയ്യാ? വരാനുള്ളത് വഴി തങ്ങില്ല, ഇവിടെ തങ്ങി. തെറ്റിയാൽ 8000 രൂപ. പുഷ്ടി, അഷ്ടി, കുറച്ചുകൂടെ റിച്ചായി. പിന്നെ വണ്ടിക്കൂലി, കോഴിത്തീറ്റ അതും വേണമല്ലേ? പിന്നെ കാടക്കോഴി, കോഴി. എത്ര കോഴിയുണ്ട്? കാടൻ കോഴിയുണ്ട്? അധികം ഒന്നുമില്ല, 10-20 പേരൊക്കെ ഉള്ളൂ. 20 പേരുണ്ട്. ഓക്കെ. ഇതെല്ലാം വളർത്തുകയാണോ? വേണ്ടി വളർത്തുകയാണോ? ഒരാളെ വിൽക്കണില്ല. എല്ലാരും അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് വളർത്തണവരെ നമുക്ക് അറുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിക്കൻ കഴിക്കുവോ? ചിക്കൻ കഴിക്കും. എന്റെ വീട്ടിലെ കോഴിക്ക്, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വളർത്തിയ ഒന്നിനെ ഞാൻ ഇതെല്ലാം കഴിച്ചോണ്ടിരുന്നല്ലേ ഇത് പറയുന്നത്? തീർച്ചയായിട്ടും എന്റെ വീട്ടിലെ കോഴിയെ കൊടുക്കുകയില്ല, നാട്ടുകാരെ കോഴിയെ വെട്ടി തന്നേന്നുള്ളത്. ഞാൻ വളർത്തുന്നതിന് ഒരിക്കലും ഞാൻ കഴിക്കില്ല. ബീഫ് ഞാനിപ്പോ എനിക്ക് അവനോടുള്ളത് എനിക്ക് പിടിക്കില്ല. അതൊക്കെ ചൊല്ലിലൊക്കെ വരുമ്പോ കറക്റ്റ് ആണ്, പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മത്സരം ഏതാണ്ട് അവസാനിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് മെഗാ ഷോ. ഓപ്ഷൻ സി പഴശ്ശിരാജ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. മത്സരം അവസാനിക്കുന്നില്ല. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിനാണ് താങ്കൾ ഉത്തരം പറഞ്ഞത്. ഈ ഒരു ദിവസം നമ്മുടെ അപ്പു എന്ന പോത്തിന്റെ ഉള്ളിൽ പോയിസൺ പോയില്ലേ? പോത്ത് വിഷം കുടിച്ചു.
എനിക്ക് അറിയില്ല. അതെങ്ങനെ പറ്റിയത്? അവനൊരിക്കലും തനിയെ വിഷം കുടിക്കാൻ പറ്റില്ല, സാധ്യമല്ല. പിന്നെ നമ്മൾ കൊണ്ട് കെട്ടുന്നിടത്ത് ഇപ്പോ ഈ വിഷം ഇതുള്ള പോയിസൺ ഉള്ള ചെടികൾ ഉണ്ടാവും, ആനത്തൊട്ടവാടി എന്നൊക്കെ പറഞ്ഞു. ആനത്തൊട്ടവാടി അപ്പൊ അതൊക്കെ നമുക്ക് അറിയാം, ഭക്ഷണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പ്രശ്നം. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ചെടികളൊക്കെ ചില ചെടികളൊക്കെ അത് കടിച്ചു തിന്നായിരിക്കുമോ അതോ ഇനി ആരെങ്കിലും? പക്ഷെ നമ്മൾ കൊണ്ട് കെട്ടിയെടുത്ത അങ്ങനെയുള്ള ചെടി ഇല്ല, അങ്ങനെയുള്ള ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പോത്തിന്റെ പോയിസന്റെ പേരിൽ ഗൂഢാലോചനയുണ്ടോ അറിയില്ല, പക്ഷെ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അങ്ങനെ ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യുന്ന ശരിയല്ലല്ലോ. ഓക്കെ, നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 lakhs. കളി സീരിയസ് ആയി വരിക. 2 ലക്ഷം രൂപ, 200,000. ഓക്കെ, മോണിറ്റർ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഒഫീഷ്യൽ ഫ്ലവർ. ദിസ് ഈസ് ഫ്ലവേഴ്സ്. അറിയാലോ, ഇത് ഫ്ലവേഴ്സ് ആണെന്ന് അറിയോ കുട്ടി? അറിയാറിയോ? ഓപ്ഷൻ എ നീലക്കുറിഞ്ഞി, ഓപ്ഷൻ ബി കുടമുല്ല, ഓപ്ഷൻ സി കൊങ്ങിണി, ഓപ്ഷൻ ഡി ചെമ്പകം, ഓപ്ഷൻ ഇ ആമ്പൽ. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക പുഷ്പം. തെറ്റിയാൽ 10,000 രൂപയുടെ പുഷ്ടി, പിൻവാങ്ങിയാൽ 1,00,000 രൂപ. 2 ഓപ്ഷണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശസ്തമായ മണി ഷെയർ. അറിയാമോ കളി? 2 ഉത്തരത്തിൽ വെച്ച് കളിക്കും, പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു ഉത്തരം ശരിയായില്ലെങ്കിൽ വീണ്ടും ബാക്ക് ടു സ്ക്വയർ 1, 10,000 രൂപ. ശരിയായാൽ സാറിന്റെ മുഖത്ത് നോക്കിട്ട് ഒന്നും വായിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലേ? ഇങ്ങനൊരു മോന്ത എങ്ങനെ ഉണ്ടാക്കിയെന്തോ അല്ലേ? എല്ലാരും പറയുന്നുണ്ട് ഈയിടെയായിട്ട്. ഞാനൊരു ക്ലൂ തരാന്ന് വിചാരിച്ചു, പക്ഷെ ഇതിനകത്ത് മുഴുവനും അതുണ്ട്. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നേരം, കുടമുല്ല പൂവിനും സിനിമാ പാട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങരുത്. ചെമ്പകം പൂത്ത പോലെ എല്ലാം പാട്ടാ. കൺഫ്യൂഷൻ ആക്കി കളഞ്ഞില്ലേ സാറേ? ആമ്പൽപ്പൂവേ കൊങ്ങിണി കൊങ്ങിണി അങ്ങനെ പാട്ടില്ല കേട്ടോ. കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ ഉണ്ട്. അപ്പൊ അതുമായി. അപ്പൊ എല്ലാത്തിലും പാട്ടുണ്ട്. നീലക്കുറിഞ്ഞി കൊങ്ങിണി കുടമുല്ല ചെമ്പകം. സമയം നമ്മളെ കാത്തു നിൽക്കുന്നില്ല. തെറ്റ് പറയരുത്, കറക്കി കുത്തരുത്. ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. കിട്ടിയ അപ്പൊ ധൈര്യമായിട്ട് തീരുമാനം എടുക്കൂ. കിട്ടിയ താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ജന സുരേന്ദ്രൻ ഈ മത്സരവേദിയിൽ നിന്ന് വിജയകരമായി പിൻവാങ്ങുന്നു. ഇനിയൊരു ഉത്തരം പറയൂ. എനിക്ക് കുടമുല്ല ആമ്പലൊക്കെയാണ് ഡൗട്ട്. അല്ലെ, എന്നാലും ഒരെണ്ണം പറയും, ഏതെങ്കിലും ഒരെണ്ണം. നീ പൈസ പോകത്തില്ലല്ലോ. 1,00,000 രൂപ പോക്കറ്റിലായി. കുടമുല്ല അല്ലേ? ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായി, നല്ലൊരു തെറ്റ് കേൾക്കാമായിരുന്നു. ഉത്തരം തെറ്റാണ്. യു ആർ അബ്സല്യൂട്ട്ലി റോങ്. ഒരെണ്ണം കൂടെ പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ഇനി പറഞ്ഞാലും ശരിയാവില്ല. ഇല്ല, അപ്പൊ ഞാൻ പറയാം. 12 കൊല്ലത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ് ശരി ഉത്തരം. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നേരം നിന്നെ പ്രതീക്ഷിച്ചു നിന്ന് ആരുമില്ലല്ലോ. ആരുമില്ല ഇനി പ്രതീക്ഷിക്കാൻ. അപ്പോ 1,00,000 രൂപ. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ പാടാനാണോ? അതെ. സുരേഷ് ഗോപിയോട് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ, ഞാൻ ഏട്ടനോട് അങ്ങനെ ഈ ഒരു കാര്യത്തിനല്ലാതെ ഞാൻ അങ്ങനെ ഒരു സഹായം വേണോന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഏതൊരു പടത്തിൽ പാടാന് ഒക്കെ അവസരം കിട്ടി, പക്ഷേ കാര്യം അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ആ ആള് പീഡന കേസിൽ അകത്തായി പോയി. അതെ അതെ, പാടാനായിട്ട് പാട്ടൊക്കെ തന്നു. പാട്ട് തന്നല്ലേ? പാട്ട് ഇല്ല, റെക്കോർഡിന് വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് 2-3 തവണ സ്റ്റുഡിയോയിലേക്കൊക്കെ വിളിച്ചു. പക്ഷേ ചേട്ടായി സമ്മതിക്കാഞ്ഞുകൊണ്ട് പോയില്ല. ആള് പറഞ്ഞു നമുക്ക് എന്നിട്ട് അന്വേഷിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇതില് ഒരു 2-3 തവണയായിട്ട് ഞങ്ങൾ അങ്ങനെ പോവാതെ ഹോൾഡ് ചെയ്ത് നിന്നു. പക്ഷെ പിന്നീട് പോവാൻ വേണ്ടി അടുത്തൊരു ഡേറ്റ് എടുത്ത് തീരുമാനിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ പിറ്റേ ദിവസം പത്രത്തിലൊക്കെ ന്യൂസ് വരും. സെയിം ഇത് തന്നെ ഇങ്ങനെ പാടാനായിട്ട് ആൾക്കാരെ വിളിക്കുന്നു, സ്റ്റുഡിയോയിലേക്ക് വിളിക്കുന്നു, പീഡനം നടക്കുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ അകത്തായി, ആ ചേട്ടൻ അകത്തായി. ഇറങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല ഇപ്പോഴും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരുപാട് സംഗീത സംവിധായകര്, ലക്ഷക്കണക്കിനൊന്നും അല്ല, കുറച്ചു പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി അഞ്ജനയ്ക്ക് ഇഷ്ടമുള്ള സിനിമാ പാട്ടിന്റെ ഒരു 4-5 ലൈൻസ് പാടിക്കും. ഓക്കെ.
പാട്ടും പാടിപ്പോയെന്നിരിക്കട്ടെ. അതെ. 1.5 ലക്ഷം രൂപയും വാങ്ങിച്ചു പാട്ടും പാടിപ്പോയി. ഞാന് ഇപ്പൊ എന്റെ ചായകാടിയായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് സിത്താര ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചിയുടെ ചായക്കട വന്നിരുന്നു? ഇല്ല, ചായക്കട വന്നില്ല, പക്ഷെ ചേച്ചിയുടെ ചായപ്പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് മതി, ചായപ്പാട്ടിന്റെ രണ്ടുപേരും ചേച്ചി കൂടെ ക്ഷണിച്ചോളൂ. അതെ, സിത്താര അതുവഴി എങ്ങനെ പോകുമ്പോ ചേർത്തലയിൽ ഇറങ്ങുമല്ലോ, ഫസ്റ്റ് ക്ലാസ് ചായ. കാശും കൊടുത്തേക്കും, കാശ് വേണ്ട, കാശ് കൊടുത്തേക്കൊന്നു പറഞ്ഞു. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. കാലുമേലെ കാലുകേറ്റി സോഫയിൽ ഇരുന്നു നീ, കാലുമേലെ കാലുകേറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോളുകേറ്റി ഒരേറു നോട്ടം കൊണ്ടിന്നലെ. ഏറെ മോദിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. ഓക്കെ, താങ്ക് യു. ഗുഡ് ഗുഡ്, നന്നായി ഇരിക്കട്ടെ. ഏതെങ്കിലും സംഗീത സംവിധായകര് കണ്ടെങ്കിൽ ചിലപ്പോ സന്തോഷമാവും. അപ്പൊ നമ്മൾ മനസ്സിലൂടെ അവസാനിപ്പിച്ചു. നമുക്കിനി താഴോട്ടിറങ്ങിയാലോ? ചെക്ക് വാങ്ങിച്ചു സ്ഥലം വിട്ടാലോ? കുട്ടേട്ടാ, ലെവൽ 1. അഞ്ജന സുരേന്ദ്രൻ 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ടു. ഇനി നമുക്ക് ചെക്കൊക്കെ വാങ്ങി പാട്ടൊക്കെ പാടിയല്ലോ, ഇനി പോയാൽ മതി അല്ലേ? റെഡി. അപ്പൊ ഇതാണ് 1.5 ലക്ഷം രൂപയുടെ പ്രതിഫല തുക. അപ്പൊ അഞ്ജന ഇതിൽ പങ്കെടുത്തതിനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, ഇത് സ്നേഹം, വാത്സല്യം, ആദരവ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ മിടിക്കായിട്ട് വരിക, ഇനിയും വൈറലാവുക. ഓക്കെ. പിന്നെ ഈ കൂടുപൊട്ടി വരുന്ന കല്യാണാലോചനകളെ നിയന്ത്രിച്ചു നിർത്തുക. തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിച്ചാൽ മതി. പെട്ടവനെ ഇഷ്ടപ്പെട്ടവനെ ഇതുവഴിയാണ് ചേർത്തലേക്കുള്ള വഴി. ഓക്കെ സർ. ഓക്കെ. കാലിത്തൊഴുത്തിൽ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന മൃഗങ്ങളെ പോലും കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നൊരു പെൺകുട്ടി തെളിയിക്കുകയാണ്. അതാണ് നമ്മുടെ അഞ്ജന സുരേന്ദ്രൻ. ഇതേപോലെ ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലുണ്ടാകും. അവരൊക്കെ വരട്ടെ ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക്. ഗുഡ് ബൈ.